ഹായ് ഓൾ. 110 എക്സാം എല്ലാരും അടിപൊളിയായിട്ട് എഴുതി എന്നറിയതിൽ ഭയങ്കര സന്തോഷം. നമ്മൾ ഡിസ്കസ് ചെയ്ത അവസാന നിമിഷം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. BPCC 106ന്റെ കേസിൽ പലർക്കും അത് ഡ്രൈ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് തോന്നുകയാണെങ്കിലും എന്റെ 5 വർഷത്തെ ഇഗ്നോ BA MA വിഷയങ്ങൾ എടുത്തിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ എന്നോട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള അല്ലെങ്കിൽ മാമിന് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഏതെന്ന് ചോദിച്ചാൽ BPCC 106. അതായത് സൈക്കോളജിയുടെ എവിടുന്ന് റൂട്ട് ചെയ്ത് വന്നു, എങ്ങനെയൊക്കെയാണ് വന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ 106 നിന്നാണ് കിട്ടിയത്. കുറച്ച് ആഴത്തിൽ പഠിക്കേണ്ട വിഷയം തന്നെയാണ്. ലാസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് എനിക്കറിയാം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാവും. കുറെ തിയറീസ് ഒക്കെയാണ്. സോ സിമ്പിൾ ആയിട്ട് മനസ്സിലാവാൻ എല്ലാ തിയറിയും ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി ഗ്രൂപ്പ്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 5 വീഡിയോസ് എല്ലാ തിയറിയും സിമ്പിൾ ആയിട്ട് കണ്ടവർ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടോ. കണ്ടവരുടെ കൂട്ടത്തിൽ ഞാൻ ഓൾറെഡി അയച്ചു തന്ന വീഡിയോസ്, അതായത് സൈക്കോഡൈനാമിക്സും ഹ്യൂമനിസും ഒക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഞാൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. വളരെ സിമ്പിൾ ആയിട്ട് സൈക്കോഅനാലിസിസ് ആയിക്കോട്ടെ, ബിഹേവിയറിസം ആയിക്കോട്ടെ ഒക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവര് ഇന്നത് കാണുക. എങ്ങനെ തോന്നി? നല്ല യൂസ്ഫുൾ ആണ്, നല്ല മനസ്സിലാവുന്നുണ്ട്. തിയറീസ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് സൈക്കോസ്റ്റയുടെ 106ന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് റിവൈസ് ചെയ്യാൻ പോവാണ്. ആസ് യു നോ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഫ്രീ ക്ലാസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം പറഞ്ഞുതരാം. എക്സ്പ്ലെയിൻ ദ ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് മോഡേൺ സൈക്കോളജിക്കൽ തോട്ട്. മോഡേൺ സൈക്കോളജിക്കൽ തോട്ടിന്റെ ഫിലോസഫി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതില് എന്താ പറയാ, എംപിരിസിസും അതുപോലെ തന്നെ പ്ലാറ്റോണിയും അരിസ്റ്റോട്ടലിനെയും ഒക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് അതിൽ മെൻഷൻ ചെയ്യാനുള്ളത്. ആ ക്ലാസ് യൂട്യൂബിൽ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണം മനസ്സിലാവാത്തവർക്ക് ആ ക്ലാസ്സും വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് പറയുന്നുണ്ട് എന്തൊക്കെയാണ് അതായത് എന്നുള്ളത്. മെയിൻ ആയിട്ട് നേറ്റിവിസവും എംപിരിസിസും ആണ് വരുന്നത്. നേറ്റിവിസം എന്ന് പറയുന്നത് ലേണിംഗ്, ഒരു മനുഷ്യന് നോളജ് ഉണ്ടാവുന്നതൊക്കെ ഇന്നേറ്റ് ആണ്. ഒരു കുട്ടി പിറന്നു വീഴുമ്പോൾ തന്നെ എല്ലാം അറിയാമെന്ന് പറയുന്ന ഫിലോസഫിയാണ് നേറ്റിവിസം. എംപിരിസിസം എന്താ പറയുന്നത്? അല്ല, ഒരു ജനിച്ചു വീഴുന്ന കുട്ടി ടാബുല റാസ അല്ലെങ്കിൽ ബ്ലാങ്ക് സ്ലേറ്റ് ആണ്, എല്ലാം അതിൽ എഴുതി ചേർക്കപ്പെടുകയാണ്. പക്ഷെ കണ്ടംപററി സൈക്കോളജി പറയുന്നത് പല കാര്യവും ഇന്നേറ്റും പല കാര്യവും എന്താണ് എൻവയോൺമെന്റ് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയുടെ കണ്ണിലേക്ക് നമ്മൾ ഊതിയാൽ കുഞ്ഞു കണ്ണടക്കും. അത് നേറ്റീവ്സ് ആണ്, അതായത് അത് കുട്ടി ഇൻബോൺ ആയിട്ട് പഠിച്ചതാണ്. നേരെ മറിച്ച് കുട്ടി അമ്മ, മമ്മി, തായ് എന്നൊക്കെ വിളിക്കുന്നത് എൻവയോൺമെന്റ് എന്ന് കിട്ടുന്നത്. അപ്പൊ നേറ്റീവ്സും എംപിരിസിസും ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് ആയിട്ട് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ ക്ലാസ് എല്ലാരും ആ ക്ലാസ് ഒന്ന് പോയി കാണണം കേട്ടോ. അതില് ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റഡ് ആണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. കമ്മിങ് ടു ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് വൺ ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് മോഡേൺ സൈക്കോളജിക്കൽ തോട്ട് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. സെക്കൻഡ് വൺ ഈസ്റ്റേൺ ട്രഡീഷൻ ആണ്. അതായത് ഈസ്റ്റേൺ ട്രഡീഷൻ എന്ന് പറയാം, യോഗയൊക്കെയാണ് അതിൽ വരുന്നത്. ഈസ്റ്റേൺ ട്രഡീഷൻ ആയിട്ട് അല്ലെങ്കിൽ നോൺ വെസ്റ്റേൺ ട്രഡീഷൻ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോൺ വെസ്റ്റേൺ ട്രഡീഷൻ ആയിട്ട് മെയിൻ ആയിട്ടും പറയുന്നത് ഇന്ത്യയുടെ കാര്യമാണ്. ഹിന്ദുയിസം, നോൺ വെസ്റ്റേൺ പിന്നെ ഹ്യൂമനിസം, എക്സിസ്റ്റൻഷ്യലിസം, ഇതൊക്കെ വെസ്റ്റേൺ ആണ്. വെസ്റ്റേൺ അല്ലാതെ വരുന്നത് ഇന്ത്യയുടെ ആണ്. ഹിന്ദുയിസം, ബുദ്ധിസം, ജൈനിസം ഒക്കെയാണ് വരുന്നത്. യോഗയൊക്കെ അതിൽ വരുന്ന കാര്യങ്ങളാണ്. ആൻഡ് ലാസ്റ്റ് വൺ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് ആൻഡ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജി. ഫസ്റ്റിന്റെ അതിൽ ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് മാത്രമാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റും ചോദിച്ചിട്ടുണ്ട്, ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവും ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ള മെയിൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഒക്കെ നന്നായിട്ട് നോക്കി വെക്കുക. ക്ലാസ് സെറ്റായിട്ട് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്ത സമയം, നാളെയാണല്ലോ എക്സാം. ഇനി രണ്ടാമത്തെ ചാപ്റ്ററില് ജെയിംസിന്റെയും വൂണ്ടിന്റെയും ഐഡിയൽ കോൺഷ്യസ്നെസ്. അപ്പൊ വില്യം വൂണ്ട് നിങ്ങൾക്ക് അറിയാലോ, ഫാദർ ഓഫ് സൈക്കോളജിയാണ്. അതായത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഫാദർ ഓഫ് സൈക്കോളജി വിളിച്ചു എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്. ഫിലോസഫിയുടെയും ഫിസിയോളജിയുടെയും അണ്ടറിൽ ഒരു കുട്ടിയായിട്ടിരുന്ന സൈക്കോളജിയുടെ ഇൻഡിപെൻഡന്റ് ഡിസിപ്ലിൻ ആക്കി മാറ്റിയത്
വൂണ്ടാണ്. അദ്ദേഹം എന്ത് ചെയ്തു? നേരെ ഒരു ഇൻഡിപെൻഡന്റ് ലാബ്, അതായത് മനുഷ്യ മനസ്സിനെ പഠിക്കാൻ ഒരു ലാബ് ഓപ്പൺ ചെയ്തു നമ്മുടെ ജർമ്മനിയിലെ ലെപ്സിക് യൂണിവേഴ്സിറ്റിയിൽ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സൈക്കോളജിയുടെ ഫാദർ ആയിട്ട് ഇന്നും അറിയപ്പെടുന്നത്. പക്ഷെ അദ്ദേഹം അന്ന് പഠിച്ചത് സ്ട്രക്ചർ ഓഫ് മൈൻഡ്, അല്ലെങ്കിൽ സ്ട്രക്ചർലെസ് ആണ്. മൈൻഡിന്റെ സ്ട്രക്ചർ, അതായത് കോൺഷ്യസ്, അത് ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ സ്ട്രക്ചർ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് പോലെയാണ് പറഞ്ഞത്. വില്യം ജെയിംസ് ഫങ്ഷൻ ആണ് പഠിച്ചത്. അതുകൊണ്ടാണ് വൂണ്ടിൻ്റെത് സ്ട്രക്ചർലെസ്സോ ജെയിംസിൻ്റെത് ഫങ്ഷണലിസവുമായിട്ട് മാറി. പറഞ്ഞത് അതന്നെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. പിന്നെ ഡിസ്കസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഹെർമൻ വോൺ ഹെൽമോൾട്സ് ഇൻ ഏർലി എക്സ്പെരിമെന്റൽ സൈക്കോളജി. 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ എന്ന് വരുന്നത്. ഒന്ന് വാഗായിട്ട് വൂണ്ടിനെയും അതുപോലെ തന്നെ നമ്മുടെ ജെയിംസിനെയും പറഞ്ഞു പോവാം കേട്ടോ. നോക്കിക്കേ, the psychology of wound has its roots in natural science, as it is the domain of psychology that adopts the methodology and analytic goals common to physics, chemistry and biology. Wound natural science, chemistry, physics, biology പോലെ natural science പോലെ ആ മെത്തേഡ്സ് ഒക്കെ വെച്ചിട്ടാണ്, അതായത് എക്സ്പെരിമെന്റിലൂടെ മനുഷ്യ മനസ്സിനെ പഠിക്കാനാണ് ശ്രമിച്ചത്. വില്യം വൂണ്ട് നാച്ചുറൽ സയൻസ് അഡാപ്റ്റ് ചെയ്ത പോലെ, അതായത് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി പോലെ അദ്ദേഹം സൈക്കോളജി പഠിക്കാൻ നോക്കിയതാണ്. The approach emphasizes that psychology should be studied by defining psychological events in terms of variables and then utilizing analytic kernity of the experiment method. But these variables, ഓരോ സൈക്കോളജിയുടെ ഓരോ വേരിയബിൾസ്, ലോൺലിനെസ്, ഡിപ്രഷൻ, ആൻസൈറ്റി, പിന്നെ എന്താ പറയാ ഐസൊലേഷൻ, ഇതുപോലെ ഓരോ വേരിയബിൾസ് എടുത്ത് പഠിക്കണം, എക്സ്പെരിമെന്റ് ചെയ്യണം. എന്നിട്ട് അത് നമ്മുടെ എംപെരിക്കൽ മെത്തേഡ്, എക്സ്പെരിമെന്റൽ മെത്തേഡ്, സ്റ്റാറ്റിക് ഉപയോഗിച്ച് അങ്ങനെ സയന്റിഫിക് ആയിട്ട് പോകണം. മനുഷ്യ മനസ്സിനെ നാച്ചുറൽ സയൻസ് പോലെ പഠിക്കാൻ. അതുകൊണ്ടാണ് ലാബ് പോലും അദ്ദേഹം ഓപ്പൺ ചെയ്തത്. Psychology within the system makes use of method of introspection. അദ്ദേഹം അതിനായിട്ട് കണ്ടെത്തിയ ഒരു മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ. അതായത് വില്യം വൂണ്ട് മനുഷ്യ മനസ്സിനെ പഠിക്കാൻ വേണ്ടി കണ്ടെത്തിയ മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ. ഉണർന്നിരിക്കുമ്പോൾ എന്റെ മനസ്സിനെ പറ്റി ഞാൻ ഇങ്ങനെ പറയാം, എന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, അതിലൂടെ എന്റെ മൈൻഡിനെ പഠിക്കുന്ന മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഈ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ആരതാണ്? വില്യം വൂണ്ടിൻ്റെതാണ്. Okay, introspection in order to analytically study the generalized adult human mind. കണ്ടോ, ഒരു ജനറൽ ആയിട്ടുള്ള അഡൽട്ട് ഹ്യൂമൻ മൈൻഡിനെ പഠിക്കാൻ വേണ്ടി വില്യം വൂണ്ട് കണ്ടെത്തിയ ഒരു സിസ്റ്റം ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ. This system is sometimes also referred as content psychology എന്ന് വിളിക്കാറുണ്ട്. As its aim was to study the content of mind. ഈ വൂണ്ടും ഇൻട്രോസ്പെക്ഷനും എന്താണ് ട്രൈ ചെയ്തത്? മൈൻഡിന്റെ കണ്ടന്റ് പഠിക്കാനാണ്. ടിച്ച്നർ, the student of Wound. ഇവിടെയാണ് വൂണ്ടിന്റെ ടിച്ച്നർ എന്ന സ്റ്റുഡന്റ് ആണ് emphasize the mental structure and name the system structural psychology. അതായത് വൂണ്ട് മൈൻഡിന്റെ കണ്ടന്റ് പഠിക്കാൻ നോക്കി, സ്ട്രക്ചർ പഠിക്കാൻ നോക്കി. ഈ സ്ട്രക്ചറലിസം എന്ന പേരാരാ കൊടുത്തത്? വൂണ്ടിന്റെ സ്റ്റുഡന്റ് ആണ്. അതായത് ഒരു അഡൽട്ട് ഹ്യൂമൻ മൈൻഡിന്റെ സ്ട്രക്ചർ ആണ് വില്യം വൂണ്ട് പഠിക്കാൻ നോക്കിയത്. അതായത് കെമിസ്ട്രി ഓഫ് കോൺഷ്യസ്നസ്, ഉണർന്നിരിക്കുന്ന ഒരാളുടെ സ്ട്രക്ചർ ഓഫ് മൈൻഡ് ആണ് വൂണ്ട് പഠിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹം അതിന് കൊടുത്ത പേര് വളണ്ടിയറിസം എന്നാണ്. ശ്രദ്ധിക്കണേ, സ്ട്രക്ചറലിസം എന്നുള്ള പേര് ആരാ കൊടുത്തത്? ടിച്ച്നർ ആണ്, അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ്. ഈ സ്റ്റഡി ദ സ്ട്രക്ചർ ഓഫ് മൈൻഡിനെ വൂണ്ട് വിളിച്ച പേര് വളണ്ടിയറിസം എന്നാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. മാം പേജ് 9 ഒന്നും കൂടെ ഒന്ന് കാണിച്ചു. ഓക്കെ, ഇനി ഇത് എഴുതുന്ന കൂട്ടത്തിൽ നിങ്ങൾ എല്ലാം കൂടെ ഡിസ്കസ് ചെയ്യാൻ സമയമില്ലായിട്ടോ. കോൺഷ്യസ്നെസ്സും വളണ്ടിയറിസും അതുപോലെ ഇൻട്രോസ്പെക്ഷനും ഒക്കെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകണം കേട്ടോ. വൂണ്ട് സൈക്കോളജി is focused on the science of conscious experience and he used introspection as the study to method to study the observe these experiences. അതായത് മനുഷ്യ മനസ്സിനെ പഠിക്കാൻ. അത് കുഴപ്പമില്ല, നിങ്ങൾ വെക്കോ, ഡോറ് ക്ലോസ് ചെയ്തു. അപ്പോ സ്റ്റാഫ് പോകാൻ എന്നെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെക്കുമെന്ന് പറഞ്ഞു. നമുക്ക് ഇരിക്കാം കുറച്ചു നേരം. അപ്പൊ
അദ്ദേഹം ഉപയോഗിച്ച മെത്തേഡാണ് ഈ എക്സ്പീരിയൻസ് പഠിക്കാൻ ഇൻട്രോസ്പെക്ഷൻ എന്ന മെത്തേഡ്. എന്താണ് ഇൻട്രോസ്പെക്ഷനിൽ വൂണ്ട് ചെയ്തത്? നോക്കിയേ, വൂണ്ട്സ് ഇൻട്രോസ്പെക്ഷൻ ഇൻവോൾവ്സ് certain explicit rules and conditions such as having observers in a state of strained attention. ഭയങ്കര strained ആയിട്ട് അറ്റൻഷൻ കൊടുക്കാം. എന്നിട്ട് അദ്ദേഹം ആ ഒബ്സർവേഷൻസ് റിപ്പീറ്റ് ചെയ്ത് ചിലപ്പോൾ എക്സ്പെരിമെന്റൽ കണ്ടീഷൻ മാനിപ്പുലേറ്റ് ഒക്കെ ചെയ്തിട്ട് അവരുടെ മനസ്സിലുള്ളത് അവരെ കൊണ്ട് കോൺഷ്യസ് ആയിട്ടിരിക്കും പറഞ്ഞ് അതിലൂടെ അവന്റെ മനസ്സിനെ പഠിക്കാം. ബിക്കോസ് അദ്ദേഹത്തിന് കോൺഷ്യസ്നെസ് 2 എലമെന്റ്സ് ആണ് ഉള്ളത്, സെൻസേഷനും ഫീലിംഗും. ഇത് അതായത് ഉണർന്നിരിക്കേണ്ട മനസ്സിനെ പറ്റിയാണ് സൈക്കോളജി പഠിക്കേണ്ടത്. അതായത് ഉണർന്നിരിക്കുന്ന മനസ്സിന്റെ സ്ട്രക്ചർ, ഒരു ചികിത്സാ രീതി ഒന്നുമായിട്ടല്ല മുൻപ് കൊണ്ടുവന്നത്. ഉണർന്നിരിക്കുന്ന കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിന്റെ സ്ട്രക്ചർ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് പോലെ എലമെന്റ്സ് ആയിട്ട് പഠിക്കണം. ഇതാണ് വില്യം വൂണ്ട് പറഞ്ഞത്. ഇനി വില്യം ജെയിംസ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്താണ്, അദ്ദേഹത്തിനൊരു പേരോ പ്രശസ്തിയോ ഒക്കെ കിട്ടണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വൂണ്ടിനേക്കാൾ ഒത്തിരി മുകളിൽ പോകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയായിരുന്നു വില്യം ജെയിംസ്. വില്യം ജെയിംസിനെ പറ്റി പറയുകയാണെങ്കിൽ വില്യം വൂണ്ടിനെ അണ്ടറിൽ ഒരുപാട് ആളുകൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ഡിസിപ്ലിൻസ് അണ്ടറിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം തിയറി പ്രപ്പോസ് ചെയ്ത്. ജെയിംസ് നേരെ തിരിച്ചായി ഒരാളെ പോലും പഠിപ്പിച്ചിട്ടില്ല. ഈവൻ ഫങ്ഷണലിസം എന്ന അദ്ദേഹത്തിന്റെ തിയറി അദ്ദേഹം ആ പേര് പോലും കൊടുത്തിട്ടില്ല. അദ്ദേഹം എന്തൊക്കെയോ കണ്ടെത്തി, പക്ഷെ അദ്ദേഹത്തിന് ഒരു പോപ്പുലർ ആവണമെന്നോ ഞാൻ ഇതൊക്കെ കാരണം അറിയപ്പെടുന്നോ യാതൊരു നിർബന്ധവും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് ജീവിച്ചൊരു മനുഷ്യനാണ്. Father of American psychology, William James, known as father of American psychology, was propagating his ideas in America. അമേരിക്കയിലായിരുന്നു അദ്ദേഹം. ജോൺ ഹോപ്കിൻ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ആദ്യം ഒരു ലബോറട്ടറി സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ അറിയപ്പെടാൻ താല്പര്യപ്പെടാത്തതുകൊണ്ട് അദ്ദേഹത്തിന് അത്ര പോപ്പുലർ ആയിരുന്നു. James, one of the greatest psychologists ever, also wanted psychology to be a science, but his idea was taking psychology to a completely different direction that Wundt has thought of. മറിച്ച് വേറൊരു കാര്യമാണ് പറഞ്ഞത്, ഫങ്ഷൻ ഓഫ് മൈൻഡ്. അതായത് മൈൻഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക, ഫ്ലോനെയാണ് സൈക്കോളജി പഠിക്കേണ്ടതെന്നാണ് ജെയിംസ് പറയുന്നത്. ഓക്കെ, ജെയിംസ് ഹാഡ് ഒബ്ജക്റ്റഡ് ടു വാട്ട് വൂണ്ട് ബിലീവ് ഷുഡ് ബി ദ ഗോൾ ഓഫ് സൈക്കോളജി. വൂണ്ടിന്റെ ഗോൾ എന്തായിരുന്നു സൈക്കോളജിയുടേത്? മൈൻഡിന്റെ സ്ട്രക്ചറിനെയാണ് സൈക്കോളജി പഠിക്കേണ്ടത്. അതിനെ വില്യം ജെയിംസ് ഒപ്പോസ് ചെയ്തു. That is the arousal of conscious into elements. കോൺഷ്യസ്നെസിന്റെ എലമെന്റ്സ് ആണ് സൈക്കോളജി പഠിക്കേണ്ടതെന്ന് വൂണ്ട് പറഞ്ഞപ്പോൾ ജെയിംസ് അതിനെ ഒബ്ജക്ട് ചെയ്തു. Also, he provided an alternative way of studying consciousness. അദ്ദേഹം കോൺഷ്യസ്നെസ് പഠിക്കാനാണ് പറഞ്ഞത്. മൂന്നാമത് ആര് വരുന്നു? ഫ്രോയിഡ് വരുന്നവരെ കോൺഷ്യസ്നെസ്സിനെ പറ്റിയാണ് സൈക്കോളജി പഠിച്ചത്. വൂണ്ട് എന്ത് പറഞ്ഞു? കോൺഷ്യസ്നെസ്സിന്റെ എലമെന്റ് അല്ലെങ്കിൽ സ്ട്രക്ചർ പഠിച്ചാൽ മതി. ജെയിംസ് എന്ത് പറഞ്ഞു? An approach that was in line with functional psychology movement. Although James did not establish a formal system of psychology or train any disciplines. വളരെ important point ആണ്. അദ്ദേഹം ആരെയും ട്രെയിൻ ചെയ്തിട്ടില്ല, ഒരു ഫോർമൽ സിസ്റ്റം or തിയറി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. His contribution to the development of psychology, particularly the school of functionalism, are crucial and widely recognized. The idea he presented is the sphere of functional psychology inspired later generations of psychologists and indirectly thus propelled the functionalist movement. ഒരുപാട് ആളുകൾ സൈക്കോളജിസ്റ്റുകളെ ആകർഷിച്ച ഒരു തിയറിയായിരുന്നു ഫങ്ഷണലിസം. അദ്ദേഹം ഫങ്ഷണലിസം ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടാക്കുകയോ കുറെ ഡിസിപ്ലിൻസിൽ അദ്ദേഹത്തിന് അണ്ടർ ട്രെയിൻ ചെയ്യുക അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ തിയറിയോട് ആരാധകരുണ്ടായിരുന്നു. ഈ ഫങ്ഷണലിസ്റ്റ് മൂവ്മെന്റ് പോലും അദ്ദേഹത്തിന്റെ ഈ തിയറിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുള്ളതാണ്. ദ ക്ലാസിക് ബുക്ക് ഓഫ് ജെയിംസ് ഉണ്ട്, ദ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞ ക്ലാസിക് ബുക്ക് ഉണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. reflect the significant contribution that he made in psychology. അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജിയിലൂടെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. The publication of this book is considered to be the major precursor to the beginning of the functionalist movement in psychology. ഈ ഒരു പുസ്തകമാണ് ഫങ്ഷണലിസ്റ്റ് മൂവ്മെന്റ് ഓഫ് സൈക്കോളജി എന്നൊരു മൂവ്മെന്റ് തന്നെ ഉണ്ടാക്കിയത്. James opposed Wundt and his approach to study of consciousness, arguing that it was too artificial and narrow. കണ്ടത് എഴുതി വെക്കണേ. ജെയിംസ് എന്തുകൊണ്ടാണ് വൂണ്ടിനെ ഒപ്പോസ് ചെയ്തത്? ആർട്ടിഫിഷ്യൽ ആണ് ഈ മൈൻഡിന്റെ സ്ട്രക്ചർ പഠിക്കുക. എനിക്കും അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ, എലമെന്റ്സ് പഠിക്കുക എന്നുള്ളത്. പക്ഷെ അന്നത്തെ കാലത്തും മനുഷ്യ മനസ്സിൽ പഠിക്കാൻ ഒരു ലാബ് വരെ കാണും, വലിയ കാര്യമാണ്. He did not agree with the notion that conscious experience are made up of smaller elements. കുറെ എലമെന്റ്സ് കൂടിയിട്ടുള്ള കോൺഷ്യസ്നസ് ഒന്നും അദ്ദേഹം വിശ്വസിച്ചില്ല. വൂണ്ട് വിശ്വസിച്ചതാണ് കുറെ എലമെന്റ്സ് കൂടിയതാണ് കോൺഷ്യസ്നസ്. അപ്പൊ ആ എലമെന്റ്സിനെ പഠിച്ചു കഴിഞ്ഞാൽ മനുഷ്യ മനസ്സിനെ പഠിക്കാം.
Since he viewed consciousness as continuous flow, a stream of consciousness. അദ്ദേഹം നമ്മുടെ കോൺഷ്യസ്നസ് ഒരു ഫ്ലോ ആണെന്ന് പറഞ്ഞത്, ഒരു സ്ട്രീം ഓഫ് ഫ്ലോ. അപ്പൊ ആ ഫ്ലോനെയാണ് സൈക്കോളജി, അല്ലെങ്കിൽ മനുഷ്യ മനസ്സിന്റെ അല്ലെങ്കിൽ കോൺഷ്യസ്നസിന്റെ ഫംഗ്ഷനെയാണ് സൈക്കോളജി പഠിക്കേണ്ടത്. ജെയിംസ് ബിലീവ് ദാറ്റ് diving into temporarily discrete element will not distort it. James has placed greater emphasis on the function or purpose rather than structure. Consciousness function പഠിക്കാനാണ് അദ്ദേഹം നോക്കിയത്, not the structure. ഒരാള് കോൺഷ്യസ്നസിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ എലമെന്റ്സ് പഠിക്കാൻ നോക്കി, മറ്റേ ആള് ഫ്ലോ ഓഫ് കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ഫങ്ഷൻ ഓഫ് കോൺഷ്യസ്നസ് ആണ് പഠിക്കാൻ ശ്രമിച്ചത്. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ ആണോ? ഒന്നാമൂടെ പറഞ്ഞുതരാൻ പറ്റുമോ? പറയാലോ താനിയ, ഒരു കുഴപ്പമില്ല. അതായത് വില്യം വൂണ്ട്, അദ്ദേഹം ഫാദർ ഓഫ് സൈക്കോളജി ഒക്കെയാണ്. അദ്ദേഹം ഇൻട്രോസ്പെക്ഷൻ എന്ന മെത്തേഡ് ഉപയോഗിച്ച് മനുഷ്യ മനസ്സിനെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രകാരം സൈക്കോളജിയുടെ ഗോൾ എന്താണ്? സൈക്കോളജി പഠിക്കേണ്ടതെന്നാണ് വൂണ്ട് പറഞ്ഞത്. കോൺഷ്യസ്നെസിന്റെ എലമെന്റ്സിനെ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് മൈൻഡ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് കോൺഷ്യസ്നെസ്സിനെ ആണ് സൈക്കോളജി പഠിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ഉണർന്നിരിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു എലമെന്റ്സിനെ പഠിച്ചാൽ മതി, മൈൻഡിനെ പഠിക്കാൻ പറ്റുമെന്ന്. ജെയിംസ് അതിനെ ഒപ്പോസ് ചെയ്തു. അങ്ങനെ സ്ട്രക്ചർ ഓഫ് മൈൻഡ് അല്ലെങ്കിൽ പിന്നെ എലമെന്റ്സ് ഓഫ് മൈൻഡ് അല്ല സൈക്കോളജിയുടെ ഗോൾ. ഫങ്ഷൻ ഓഫ് മൈൻഡ്, എങ്ങനെ അത് ഫങ്ഷൻ ചെയ്യുന്നു, ആ കോൺഷ്യസ്നെസ് എങ്ങനെ സ്ട്രീം ആയിട്ട് ഒഴുകുന്നു, ആ ഒഴുക്കിനെയാണ് സൈക്കോളജി. ഫങ്ഷൻ ഓഫ് കോൺഷ്യസ്നെസ് ആണ് സൈക്കോളജി. രണ്ടുപേരും കോൺഷ്യസ്നെസ്സിനെയാണ് സൈക്കോളജി പഠിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. ഒരാള് എലമെന്റ്സ് ഓഫ് കോൺഷ്യസ്നെസ്, മറ്റേ ആള് ഫങ്ഷൻ ഓഫ് കോൺഷ്യസ്നെസ്. ഓക്കെ ആണല്ലോ? ഓക്കെ മാം. ഇനിയാണ് അസോസിയേഷനിസം, മൂന്നാമത്തെ ചാപ്റ്റർ. ഡിസ്കസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് എനി 3 ബ്രിട്ടീഷ് എംപെരിസിസ്റ്റുകൾ. 8ഓളം ബ്രിട്ടീഷ് എംപെരിസിസ്റ്റുകൾ വരുന്നുണ്ട്. ഒരു 3 പേരുന്നത് അല്ലെങ്കിൽ 2 പേരാണ് എപ്പോഴും ചോദിച്ചിട്ടുള്ളത്. ഇത് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. ഡെവലപ്മെന്റ് ഓഫ് സൈക്കോഅനാലിസിസ്. Discuss the approach of any 2 learning theorists who have contributed to associationism. കണ്ടോ, ഏതെങ്കിലും 3 ബ്രിട്ടീഷ് എംപെരിസിസ്റ്റുകൾ. എന്താണ് എംപെരിസിസം എന്ന് ആദ്യം എഴുതി വെക്കണേ. എംപെരിസിസം എന്താണ്? ഒരു നോളജ് ഉണ്ടാവുന്നത് ഫ്രം ദ എൻവയോൺമെന്റ് ആണെന്ന് വിശ്വസിക്കുന്നത്. അതായത് ജനിച്ചു വീഴുന്ന കുട്ടി ടാബുലാ റാസയാണ് അല്ല, ആ കുട്ടി എന്തൊക്കെയോ ലേൺ ചെയ്യുന്നത്, അതൊക്കെ എൻവയോൺമെന്റിൽ നിന്നാണ്. ജനിച്ചു വീഴുന്നത് ബ്ലാങ്ക് സ്ലേറ്റ് ആയിട്ടാണ് വിശ്വസിക്കുന്ന ഫിലോസഫിയാണ് എന്ത്? എംപിരിസിസം. അപ്പൊ ഏതെങ്കിലും 3 പേരെ അല്ലെങ്കിൽ 2 ലേണിംഗ് തിയറിസ്റ്റുകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ഒരു 3 പേരെ ജസ്റ്റ് ഞാൻ അവരുടെ തിയറീസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതിൽ ഫസ്റ്റ് വൺ ആണ് തോമസ് ഹോബ്സ് എന്ന് പറയുന്നത്. തോമസ് ഹോബ്സ് is often referred as the founder of British empiricism. ബ്രിട്ടീഷ് എംപെരിസിസത്തിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള തോമസ് ഹോബ്സ്. He believed that all knowledge was derived from sensory experience. എല്ലാ നോളജും സെൻസറി, അതായത് കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും മണത്തിലൂടെയും രുചിയിലൂടെയും പിന്നെന്താണ് ടച്ചിലൂടെയും ഒക്കെയാണ് എന്തുണ്ടാവുന്നത്? നോളജ് ഉണ്ടാവുന്നത്. ഒക്കെ എൻവയോൺമെന്റിൽ ഒന്നും ഇൻബോൺ അല്ല. Hobbes used the principle of associations to explain complex thought process. Associations വെച്ചിട്ടാണ്. എന്താണ് അസോസിയേഷനിസം? ഒന്നിനോട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് മനുഷ്യൻ ഓരോന്നും പഠിക്കുന്നത്, കോംപ്ലക്സ് പ്രോസസ് നടക്കുന്നത്. വീട്ടിലെ കുട്ടി, വീട്ടിലൊരു നായയുണ്ട്, ജനിച്ചപ്പോൾ തൊട്ട് ആ നായ കാണുന്നുണ്ട്. അപ്പം 4 കാലുള്ള അപ്പൊ നായാണ് കുട്ടിക്കാണ്. പക്ഷെ കുട്ടി പൂച്ചനെ കാണുമ്പോൾ 4 കാലുണ്ട്. കുട്ടി പൂച്ചനെ വേണമെങ്കിൽ ബൗബോന്ന് വിളിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുട്ടി തിരിച്ചായി അസോസിയേറ്റ് ചെയ്യും. നായനെ പോലെ അല്ലല്ലോ ഈ പൂച്ച ഇതാക്കുന്നത്, നായ ബൗബോയാണ്, പക്ഷെ ഈ പൂച്ച മ്യോമ്യോ ആണ്. അപ്പൊ പൂച്ചനെ അസോസിയേറ്റ് ചെയ്ത് കുട്ടി നായനെ പറ്റി പഠിച്ചു. ഇതാണ് അസോസിയേറ്റ്. ഒന്നിനോട് അസോസിയേറ്റ്. അതൊന്നും എല്ലാം അങ്ങനെയല്ലേ ചെയ്യുന്നത്, ഒന്നിനോട് അസോസിയേറ്റ്. ഇപ്പൊ നോക്കിക്കേ, മുന്നേ പറഞ്ഞ തിയറി ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് പറഞ്ഞതാ. മൂന്ന് പറഞ്ഞു സ്ട്രക്ചർ ഓഫ് മൈൻഡ് ആണ്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് പറഞ്ഞു? ഫങ്ഷൻ ഓഫ് മൈൻഡ് ആണ് അസോസിയേഷനിസം. അപ്പൊ ഹോബ് അതന്നെയാ പറഞ്ഞത്. എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് അസോസിയേഷനിസം വെച്ചിട്ടാണ് നമ്മൾ തോട്ട്സ് പ്രോസസ് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നത്. He made an attempt to explain the tendency of one thought following another in a coherent manner. ഒരു തോട്ട് അടുത്ത തോട്ടിലേക്ക് ഭയങ്കര അർത്ഥവത്തായിട്ട് പോവാണെങ്കിൽ നമ്മൾ അതിനെ കണക്ട് ചെയ്ത് അതായത് ഞാൻ എപ്പോഴും ആ ഒരു അസോസിയേഷൻസ് വെച്ചിട്ടാണ് പഠിക്കുക. ഞാൻ എപ്പോഴും ഫ്ലോ ചാർട്ട് ഉണ്ടാക്കും, ഒന്നിനോട് താരതമ്യപ്പെടുത്തി പഠിക്കും, അസോസിയേറ്റ് ചെയ്ത് പഠിക്കും. അതിന് ട്രെയിൻ ഓഫ് തോട്ട്സ് എന്നാണ് ഹോബ് വിളിച്ചത്. ഫോർ ദിസ് ഹോബ് യൂസ് ദ ലോ ഓഫ് കണ്ടിഗ്യൂറ്റി വിച്ച് വാസ് പ്രപ്പോസ്ഡ് ബൈ അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ പറഞ്ഞ ലോ ഓഫ് കണ്ടിഗ്യൂറ്റി വെച്ച് ഹോബ് പറഞ്ഞു എന്താണ്?
ട്രെയിൻ ഓഫ് തോട്ട്സ് ഒന്നൊന്നിനോട് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നൊന്നിനോട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ചിന്ത ഇങ്ങനെ ഫ്ലോ ആയിട്ട് വരും. എന്താണ് ലോ ഓഫ് കണ്ടിന്യൂറ്റി? ദി ലോ ഓഫ് കണ്ടിന്യൂറ്റി സ്റ്റേറ്റ് ദാറ്റ് when events are experienced together, they are remembered together and therefore are subsequently thought of together. അതായത് രണ്ടെണ്ണം ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ ഒന്ന് ഓർക്കുമ്പോഴേക്കും അടുത്തത് വരും. അതാണ് കണ്ടിന്യൂറ്റി. രണ്ടെണ്ണം കണ്ടിന്യൂസ് ആയിട്ട് ഒന്നിനൊന്നും പുറകായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒന്ന് ഓർക്കുമ്പോഴേക്കും അടുത്തത് ഓർമ്മ വരും. അതാണ് ലോ ഓഫ് കണ്ടിന്യൂറ്റി. ആ രീതിയിൽ പോവുകയാണെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് പോകുന്നതിലൂടെയാണ് കോംപ്ലക്സ് ആയിട്ടുള്ള തോട്ട് പ്രോസസ് വർക്ക് ചെയ്യുന്നത് എന്നാണ് ഹോബ് പറഞ്ഞത്. All the British empiricists who followed Hobbes accepted this conception of associationism in explaining the reason of mental events being experienced or remembered in a specific order. ഇപ്പോൾ നോക്കിക്കേ, വെമ്പല നാട്ടിലെ തമ്പുരാട്ടിക്ക് ഒരു കട്ടിൽ വേണം, കട്ടിൽ പണിയുവാൻ ആക്കി എടുക്കാൻ കട്ടിലെ ചന്ദനം തന്നെ വേണം, ആനക്കൊമ്പാവണം മേലാപ്പിന്. ഇതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഏതോ 6ാം ക്ലാസ്സിലെ പിന്നെ ചന്ദനക്കട്ടിൽ നാട്ട് ചാപ്റ്ററിന്റെ പേര് ആ വെമ്പല നാട്ട് അങ്ങനെ അസോസിയേറ്റ് ചെയ്ത് പഠിച്ചതാ അല്ലേ? അല്ലെങ്കിൽ O2 2 E2 അല്ലെങ്കിൽ 1 1 1 1 2 2 1 3 3 അല്ലേ? ചിലപ്പോ ഇപ്പോഴും എനിക്ക് 8 6 എന്ന് വെച്ചാൽ കൺഫ്യൂഷനാ. നേരെ മറിച്ചാ അല്ലേ ആ ടേബിൾ ചൊല്ലി വന്നാല് അത് ഭയങ്കര എളുപ്പമായിട്ട് കിട്ടും. അതായത് ഒരുമിച്ച് പഠിച്ചാൽ ഒരുമിച്ച് ഓർത്തെടുക്കാം. അതാണ് പറയുന്നത്. അതാണ് ലോ ഓഫ് അസോസിയേഷനിസം. യെസ്, ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ക്ലാസ് എടുക്കാറ്. ഐ അസോസിയേറ്റ് എക്സാമ്പിൾസ് ടു തിയറീസ്. ഞാൻ എല്ലാ തിയറീസിനെയും എക്സാമ്പിൾസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യും. അത് തന്നെയാണ് സൈക്കോളജി പഠിക്കാൻ ഏറ്റവും നല്ല വേ. ഞാൻ എല്ലാം കണക്ട് ചെയ്താണ് പറയാം. നമ്മളെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിനെ കണക്ട് ചെയ്യും സൈക്കോളജി പഠിക്കും. അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ തോമസ് ഹോബ്സിന്റെ ഈ ഒരു തിയറിനെ അദ്ദേഹത്തിന് പിൻപറ്റി എല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സ്പെസിഫിക് ഓർഡറിൽ നമ്മൾ പഠിച്ചു വെച്ചാൽ സ്പെസിഫിക് ഓർഡറിൽ റിമെമ്പർ ചെയ്യാം. അത് തന്നെയാണ് ഞാൻ ചെയ്യാറ്. എപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്ത എന്റെ നോട്ട് തന്നെ നോക്കിയാൽ മനസ്സിലാവും. ആ ഓർഡർ ഞാൻ കീപ്പ് ചെയ്യും. ഫസ്റ്റ് തോമസ് ഹോബ്സ് ആണ്, ഞാൻ കാണുമ്പോൾ ഇങ്ങനെ പോകും. അപ്പൊ തോമസ് ഹോബ്സിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ബ്രിട്ടീഷ് എംപിരിസിസത്തിന്റെ ഫൗണ്ടർ ആണ്. സെൻസറി എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മളെല്ലാം നോളജ് ഉണ്ടാക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അസോസിയേഷനിസം വഴിയാണ് കോംപ്ലക്സ് തോട്ട് പ്രോസസ് നടക്കുന്നതെന്ന് പറഞ്ഞു. ട്രെയിൻ ഓഫ് തോട്ട്സിനെ പറ്റി പറഞ്ഞു. അരിസ്റ്റോട്ടലിന്റെ കണ്ടിന്യൂറ്റി, അതായത് ഒരുമിച്ച് പഠിച്ചാൽ ഒരുമിച്ച് റിമെമ്പർ ചെയ്യും. അതുപോലെ തോമസ് ഹോബിനെ പിൻപറ്റിയവരൊക്കെ കണക്കാക്കിയ കാര്യം എന്താണ്? ഒരു സ്പെസിഫിക് ഓർഡറിൽ പഠിച്ചാൽ അത് റിമെമ്പർ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അസോസിയേറ്റ് ചെയ്ത് പഠിച്ചാൽ റിമെമ്പർ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ഓക്കെ ആണോ? അപ്പൊ തോമസ് ഹോബ്സിന് എന്തായാലും എഴുതണം, ബിക്കോസ് ഹി ഈസ് ദ ഫാദർ ഓഫ് ബ്രിട്ടീഷ് എംപിരിസിസം. രണ്ടാമത് ജോൺ ലോക്ക് ആണ്. ടാബുല റാസ. ഈ ടാബുല റാസ എന്ന വേർഡ് കൊണ്ടുവന്നത് ജോൺ ലോക്ക് ആണ്. ജോൺ ലോക്സ് മേജർ വർക്ക് വിത്ത് റെസ്പെക്ട് ടു ദ ഡിസിപ്ലിൻ ഓഫ് സൈക്കോളജി ഇസ് ആൻ എസ്സേ കൺസേണിംഗ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ്. 1690 അദ്ദേഹം എസ്സേ ചെയ്തിട്ടുണ്ട്. എന്തിനെ പറ്റിയിട്ട്? ആൻ എസ്സേ കൺസേണിംഗ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ്. ഈ റിജക്റ്റഡ് റെനെ ഡെക്കാർട്ടിനെ അദ്ദേഹം റിജക്ട് ചെയ്തിരുന്നു. നോഷൻ ഓഫ് ഇന്നേറ്റ് ഐഡിയാസ്. നേറ്റീവ്സിന് ഇന്നേറ്റ് ഐഡിയാസ്. റെനെ ഡെക്കാർട്ട് നോളജ് ഉള്ളിൽ നിന്നാണ് വരുന്നത്, ഇൻബോൺ ആയിട്ട് വരുന്നതാണെന്ന് പറഞ്ഞ ഒരാളാണ് റെനെ ഡെക്കാർട്ട്. ഇത് റെനെ ഡെസ്കാർട്ടസ് എന്നൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ റെനെ ഡെക്കാർട്ടെ എന്നാണോ വായിക്കുക. ആൻഡ് സജസ്റ്റഡ് ദാറ്റ് ഓൾ ഹ്യൂമൻസ് ആർ ബോൺ വിത്തൗട്ട് എനി നോളജ്. ഒരു മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ ഒന്നുമില്ല, പിന്നെ എല്ലാവരും എഴുതി ചേർക്കപ്പെടുന്നതാണെന്നാണ് ജോൺ ലോക്ക് വിശ്വസിച്ചത്. ലോക്ക് further stated that certain concepts are learned at very early age and individuals are unaware about it. ഞാൻ പറഞ്ഞില്ലേ ഊതിയ കണ്ണടയ്ക്കും എന്നൊക്കെ പറയുമ്പോൾ അത് പഠിച്ചെടുക്കുന്നതാണ്. ലോക്ക് പറഞ്ഞതാ എന്ന് ഊതിയ കുഞ്ഞ് കണ്ണടക്കുന്നത് അതും പഠിക്കുന്നതാണ്. ഓർമ്മയില്ലായിട്ടാണ് നമ്മൾ പഠിച്ചതാണ് എന്നാണ് അദ്ദേഹം അതിന്റെ എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നത്. ലേൺ അറ്റ് വെരി ഏർലി ഏജ്, ബട്ട് നമ്മൾ അവെയർ അല്ല. which is why they may seem to be an innate during adulthood. കണ്ടോ, നമ്മൾ ഒരു ചെരിച്ചു വീഴുന്ന കുഞ്ഞിന്റെ കണ്ണിലേക്ക് എന്ന് ഊതിയാൽ കുഞ്ഞ് കണ്ണടയ്ക്കുന്നത് കുഞ്ഞ് പഠിക്കുന്നതാണ്. പക്ഷെ അത് ഓർമ്മയില്ലായിട്ടാണ് കുഞ്ഞ് പഠിച്ചാണ്. അതുകൊണ്ടാണ് അത് ഇന്നേറ്റ് ആണ് നമ്മൾ വിശ്വസിക്കുന്നത്, ഉള്ളിൽ നിന്ന് വരുന്നതാണ് വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞ ആളാണ് ജോൺ ലോക്ക്. Thus, according to Locke, the mind acquired knowledge through experience. അദ്ദേഹത്തിന്റെ പ്രകാരം എക്സ്പീരിയൻസിലൂടെ മാത്രമാണ് നമ്മൾ നോളജ് acquire ചെയ്തത്. Locke further argued on how people form idea and in doing. So he differentiated between simple and complex ideas. Simple ideas arise from sensation. Simple ideas sensation ആണ് വരുന്നത്, and reflection that mind receives passively. Simple ideas are elements in nature, that is, they cannot be reduced into simple. എന്താണ് സിമ്പിൾ ഐഡിയ? ഇനിയും ചെറുതാക്കാൻ പറ്റില്ല. പെൻ
അതിന് ഇനിയും ചെറുതാക്കാൻ പറ്റില്ല. ഇതാണ് സിമ്പിൾ ഐഡിയ. ഇത് എന്താ വരുന്നത്? സെൻസേഷനും റിഫ്ലക്ഷൻ എന്നാണ്. ഇതിന് ഇനിയും ചെറുതാക്കാൻ പറ്റില്ല. അതാണ് സിമ്പിൾ ഐഡിയ. അത് സെൻസേഷനും റിഫ്ലക്ഷൻ എന്നാണ് വരുന്നത്. ദീസ് ഐഡിയാസ് ആർ ദെൻ ആക്റ്റീവ്ലി കമ്പൈൻഡ് ബൈ ദ മൈൻഡ് ടു ക്രിയേറ്റ് ന്യൂ ഐഡിയാസ്. ഈ പെന്നിന്റെ കൂടെ പെൻസിൽ വരുമ്പം എന്താണ്? ഒന്ന് മഷി കൊണ്ടാണ്, ഒന്ന് ഗ്രാഫൈറ്റ് കൊണ്ടാണ്. കോംപ്ലക്സ് ഐഡിയ. ഒന്ന് മായ്ച്ചു കളയാം, ഒന്ന് മായ്ച്ചു കളയാൻ ബുദ്ധിമുട്ടാണ്. സിമ്പിൾ ഐഡിയാസ് കൂടി ചെയ്യുമ്പോഴാണ് കോംപ്ലക്സ് ഐഡിയ ഉണ്ടാവുന്നത് എന്നാണ് അദ്ദേഹം. According to his view, simple ideas are associated with each other forming complex idea. കുറെ സിമ്പിൾ ഐഡിയാസ് കൂടി ചേർന്നിട്ടാണ് കോംപ്ലക്സ് ഐഡിയ ആയിട്ട് മാറുന്നത്. This notion of reduction of mind to simple ideas and their association with complex idea becomes central to the new science of psychology. അതായത് ഒരുപാട് സിമ്പിൾ ഐഡിയാസ് ചേർന്നിട്ടാണ് കോംപ്ലക്സ് ഐഡിയ ഉണ്ടാവുന്നത് എന്നൊരു കണ്ടെത്തൽ ജോൺ ലോക്ക് നടത്തി. അത് അദ്ദേഹത്തിന്റെ ഒരു കണ്ടുപിടുത്തം തന്നെയായി സയൻസ് ഓഫ് സൈക്കോളജിയുടെ സെൻട്രൽ ആയിട്ട് അക്കാലത്ത് മാറി. ഇപ്പോഴും കുഞ്ഞു കുഞ്ഞു ഐഡിയാസ് ചേർന്ന് കോംപ്ലക്സ് ഐഡിയ ആക്കി മാറ്റും. അപ്പൊ ജോൺ ലോക്കിന്റെ എന്താണ്? അദ്ദേഹം ഒരു പ്രശസ്തമായിട്ടുള്ള പുസ്തകം എഴുതിയിട്ടുണ്ട്, ആൻ എസ്സേ കൺസേണിംഗ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ്. അദ്ദേഹം റെനെ ഡെക്കാർട്ടിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്, ഇന്നേറ്റ് ആണ് നോളജ്. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? ചെറുപ്പത്തിലേ പല കാര്യങ്ങളും കുട്ടികൾ പഠിക്കുന്നുണ്ട്, വളരെ ചെറുപ്പത്തിൽ. അത് മറന്നു പോകുന്നതാണ്, അല്ലെങ്കിൽ അൺഅവെയർ ആയിട്ടാണ്. അതുകൊണ്ടാണ് അത് ഇന്നേറ്റ് ആണെന്ന് വിശ്വസിക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് സിമ്പിൾ ഐഡിയ കോംപ്ലക്സ് ഐഡിയ. ഒരു ചെറിയ ഐഡിയ സെൻസേഷനോട് റിഫ്ലക്ഷൻ കൊണ്ടുവന്ന് ചെറുതാക്കാൻ പറ്റാത്തൊരു ഐഡിയയാണ് സിമ്പിൾ. പല പല സിമ്പിൾ ഐഡിയാസ് ചേർന്ന് എന്തായി മാറുന്നു? കോംപ്ലക്സ് ഐഡിയ ആയിട്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? വെരി ഗുഡ്. എല്ലാരും നല്ല ആക്റ്റീവ് ആണല്ലോ. ഗ്രേറ്റ്ഫുൾ. ഓക്കെ, അസ്മത്ത ക്യാമറ ഓൺ ആണ്. ഓക്കെ, ഷീസ് മൈ ഇന്റർ കേട്ടോ. അതാട്ടോ ഇത്ര ഫ്രീ ആയിട്ട്. ആക്ടിവിസ്റ്റ് അല്ലേ? ആര്? ആക്ടിവിസ്റ്റിലല്ലേ റെനെ ഡെക്കാർഡ് പെടുന്നത്? റെനെ ഡെക്കാർഡ് നേറ്റിവിസ്റ്റ് ആണ്. ഇനി നോക്കിക്കേ, ജോർജ് ബ്രെക്ലി. Berkeley applied the principle of associationism in explaining about knowing objects in the real world. For this, Berkeley suggested that an association of different sensations take place in order to understand surrounding. അതായത് ഒരു സാധനം കാണുമ്പോൾ അതിനെ നമ്മൾ കാണുന്നു, അതിന്റെ ശബ്ദം കേൾക്കുന്നു, അതിന്റെ സ്മെല്ല് വരുന്നു, ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ അത് പഠിക്കുന്നതെന്നാണ് ബ്രെക്ലി പറഞ്ഞത്. അതായത് ഡിഫറെന്റ് സെൻസേഷൻ വെച്ചിട്ടാണ് നമ്മൾ സറൗണ്ടിങ്ങിനെ പഠിക്കുന്നത്. ഒരു ബിരിയാണി എടുത്താൽ മതി, ആ ബിരിയാണി കാണുന്നു, നല്ല ദം ബിരിയാണി, കോഴിക്കോട് ലഗോൺ ചിക്കൻ ബിരിയാണി ആണെങ്കിൽ പ്രമാണ്ടം, അതിന്റെ സ്മെല്ല്, ആ ടച്ച് ചെയ്യുമ്പോൾ നല്ല നെയ്യൊക്കെ ഉള്ളാണെങ്കിൽ ആ ഒരു നെയ്ക്കണം അല്ലേ? യെസ്. This understanding is basically construction or composition of simple ideas, mental elements bound by the mortar of association. കാരണം കുറെ സിമ്പിൾ ഐഡിയാസ് ചേർന്നിട്ട് ഒന്നിച്ച് മാറുന്നു. അദ്ദേഹം അസോസിയേഷൻസ് എന്ന് വിശ്വസിച്ച ഒരാളാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ വർക്കാണ് An Essay Towards a New Theory of Vision. Berkeley explained that complex ideas are formed by joining the simple ideas that are received through senses. ലോക്ക് പറഞ്ഞ കാര്യം തന്നെ, സെൻസസ് എന്നൊരു സാധനം, സിമ്പിൾ ഐഡിയാസ് കൂടി ചേർന്ന് കോംപ്ലക്സ് ആകുന്നു ത്രൂ സെൻസസ് ആണ് നടക്കുന്നത്. അവിടെ സെൻസ് ഓർഗൻസിനെ കൂടി ഉൾപ്പെടുത്തി. According to Berkeley, the mind constructs complex idea by fitting together these basic mental building blocks, which are simple ideas. Berkeley used association to explain visual depth perception. വിഷ്വൽ ഡെപ്ത് പെർസെപ്ഷൻ ഒക്കെ പറ്റി ഒരുപാട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ലോക്ക് പറഞ്ഞ സാധനങ്ങൾ തന്നെ അവിടെ സെൻസസും കൂടി ആഡ് ചെയ്തു. ഡെപ്ത് പെർസെപ്ഷനെ പറ്റി ഒരുപാട്, ഡെപ്ത് പെർസീവ് ചെയ്യാം, ഡെപ്ത് ആഴം, ഡെപ്ത് മാത്രമല്ല റോഡ് കുറുകെ കടക്കുമ്പോൾ നമ്മളിപ്പോ നോക്കാം ബസ് വരുന്നുണ്ട്, അപ്പൊ ഡെപ്ത് പെർസെപ്ഷൻ ആണ്, ഞാൻ ഇപ്പൊ കടന്നാലും ബസ് തന്നെ ഇരിക്കൂല, അല്ലെങ്കിൽ ഇപ്പൊ കടക്കരുത് ബസ് ഇരിക്കാൻ ചാൻസ് ഉണ്ട്, അതൊക്കെ ഡെപ്ത് പെർസെപ്ഷനെയാണ്. അദ്ദേഹം അസോസിയേഷൻസ് വെച്ച് ഡെപ്ത് പെർസെപ്ഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. He examined the problem of how we perceive the third dimension of depth, given that the human eye has retina of only 2 dimensions. ശരിക്കും ഹ്യൂമൻ ഐയുടെ റെറ്റിനയ്ക്ക് 2 dimension തിരിച്ചറിയാൻ പറ്റുള്ളൂ, പക്ഷെ ഡെപ്ത് 3 dimension ആണ്. അത് അസോസിയേറ്റ് ചെയ്ത് വെച്ചിട്ട്, അതായത് നമ്മൾ നിൽക്കുന്നത്, വണ്ടിയുള്ള ദൂരം, കടക്കാൻ എത്ര സമയം വേണം, ഇത് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഡെപ്ത് പെർസെപ്ഷൻ ചെയ്യുന്നത്. അതായത് മനുഷ്യന്റെ കണ്ണിന്റെ റെറ്റിനയ്ക്ക് 2 dimension വരെ നോക്കാനുള്ള കഴിവേ ഉള്ളൂ. പക്ഷെ എങ്ങനെ നമ്മൾ ഡെപ്ത് പെർസീവ് ചെയ്യുന്നു? അസോസിയേറ്റ്. അത് നമ്മൾ റോഡ് കുറുകെ കടക്കാൻ നിൽക്കുകയാണ്, അപ്പൊ നമ്മൾ അവിടെ നിൽക്കുന്നു, അപ്പൊ നമ്മൾ അസോസിയേറ്റ് ചെയ്യും, ഈ റോഡ് എത്രയുണ്ട്, ഈ വരുന്ന ബസ് എത്ര അടുത്താണ്, എന്റെ സ്പീഡ് എത്ര, ഇതൊക്കെ കൂടെ ഇപ്പൊ കടക്കണ്ട, അല്ലെങ്കിൽ ഇപ്പൊ കടന്നാലേ ബസ് വരുള്ളൂ. യെസ്, ഡെപ്ത് പെർസെപ്ഷൻ. ഇതാണ് ബ്രെക്ലി ഡെപ്ത് പെർസെപ്ഷനെ പറ്റി പറയുന്നത്.
Berkeley suggests that depth is experienced as a result of individual's experience. എന്റെ കുഞ്ഞ് ഈ റോഡ് കൂടെ ഓടി വന്നിട്ടുണ്ട്. ഈ കുറ്റിയാടി ബസ് പോകുന്ന റോഡാട്ടോ. പുള്ളി എന്നെ കണ്ടപ്പോഴത്തേക്ക് ഓടിയിട്ടുണ്ട്. ബിക്കോസ് ഹി ഡോണ്ട് നോ ഡെപ്ത് പെർസെപ്ഷൻ. അത് അവൻ അപ്പുറവും നോക്കിയില്ല ഇപ്പുറവും നോക്കിയിട്ടില്ല. ബിക്കോസ് ഹി ഡോണ്ട് ഹാവ് എക്സ്പീരിയൻസ്. 2 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം കുറ്റിയാടി ബസ് ചീറിപ്പായിരുന്ന റോഡാ. അവനത് ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞങ്ങളെ കണ്ടിട്ട് എന്റെ വീട്ടിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് ഹി ഹാവ് നോ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസിലൂടെയാണ് ഡെപ്ത് പെർസെപ്ഷൻ വരുന്നത്. ആൻഡ് ദ ഐസ് ഓഫ് an individual adjust to seeing object at different distances. Associations of visual impressions are associated with sensations and movement that are made in approaching and retreating object. അവിടെ അസോസിയേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ നിൽക്കുന്നു, ബസ് വരുന്നു, ഈ റോഡ് എത്ര ഉണ്ട്, കടന്നാൽ ആക്സിഡന്റ് ആവുന്നു, ഇതെല്ലാം. അപ്പൊ ഇവിടെ ഡെപ്ത് പെർസെപ്ഷൻ വെച്ചിട്ടാണ് അദ്ദേഹം, അല്ലെങ്കിൽ അസോസിയേഷൻ ലോക്ക് പറഞ്ഞ അതേ കാര്യമാണ്. പക്ഷെ അവിടെ എന്ത് കൊണ്ടുവന്നു? സെൻസ് ഓർഗൻസിനെ കൊണ്ടുവന്നു, എക്സ്പീരിയൻസ് കൊണ്ടുവന്നു, അസോസിയേഷൻസ്. ഇതാണ് ബ്രെക്ലി ചെയ്തത്. ഓക്കെ ആണല്ലോ? Therefore, depth perception, rather being a simple sensory experience, is an association of ideas that must be learned. Learn ചെയ്തെടുക്കുന്ന അസോസിയേഷൻസുമാണ് ഡെപ്ത് പെർസെപ്ഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 3 പേരെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ലേണിംഗ് തിയറീസിലാണെങ്കിൽ 2 പേരെ ചോദിച്ചിട്ടുണ്ട്. ഹെർമൻ എബിംഗസിനെയും പറഞ്ഞിട്ടുണ്ട്. അതായത് എപ്പോഴും വന്നിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ ഏതെങ്കിലും 3 ബ്രിട്ടീഷ് എംപരിസിസ്റ്റുകളെ അല്ലെങ്കിൽ 2 ബ്രിട്ടീഷ് എംപരിസിസ്റ്റുകൾ, 3 പേരെ ഞാൻ ഡിസ്കസ് ചെയ്തു. പിന്നെ ഒരു ക്വസ്റ്റ്യൻ 2 ലേണിംഗ് തിയറിസ്റ്റുകളെ പറ്റി പറയാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോവാ. അതിലൊരാളാണ് ഹെർമൻ എബിംഗസ്. ഹെർമൻ എബിംഗസ് എന്ന് പറഞ്ഞാൽ മെമ്മറിയുടെ കാര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരാളാണ്. അതായത് നിങ്ങൾ ഈ ഫസ്റ്റ് ഇയറിലെ ടാച്ചിറ്റോസ്കോപ്പില്ലേ, സ്പാൻ ഓഫ് അറ്റൻഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട്, അതായത് അർത്ഥമില്ലാത്ത വാക്കുകൾ ഇങ്ങനെ XPZ QMR, ഇതിനാണ് നോൺ സെൻസ് സിലബിൾസ്. ഇങ്ങനെ അർത്ഥമില്ലാത്ത നോൺ സെൻസ് സിലബിൾസ് ഉപയോഗിച്ച് അയാൾ തരുന്നത് എബിംഗസിനെ തന്നെ സബ്ജക്റ്റ് ആക്കിക്കൊണ്ട് മെമ്മറിനെ പറ്റി ഒരുപാട് ഫോർഗറ്റിംഗ് കർവ്, മെമ്മറി കർവ് ഒക്കെ പഠിച്ച ഒരാളാണ് ഹെർമൻ എബിംഗസ്. യെസ്, ഫസ്റ്റ് ഇയറിലെ പ്രാക്ടിക്കല്. ഹെർമൻ എബിംഗസ് caused a profound shift in associations. ഷിഫ്റ്റ് അസോസിയേഷൻസ് കൊണ്ടുവന്ന ആളാണ്. ബിഫോർ എബിംഗസ് began his work, the usual way of studying learning was to examine associations that were already formed. അദ്ദേഹം അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ലേൺ ചെയ്തിട്ടല്ലേ, അതായത് അസോസിയേഷൻസും അർത്ഥമുള്ള കാര്യങ്ങൾക്കേ നടക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് നമുക്ക് പട്ടി, പൂച്ച, പട്ടി 4 കാലുണ്ട്, 4 കാലുണ്ട്, വാലുണ്ട്, ബോബോണ്ട്. പൂച്ച 4 കാലുണ്ട്, വാലുണ്ട്, പക്ഷെ മ്യോമ്യോ ആണ്. ഇങ്ങനെയല്ലേ? പക്ഷെ ഇതേ അർത്ഥമില്ലാത്ത കാര്യങ്ങൾ എങ്ങനെ പഠിക്കും? അതിനെയാണ് അദ്ദേഹം നോൺ സെൻസ് സിലബിൾസ് കൊണ്ടുവന്നത്. The British embassies had followed this approach. In doing so, investigators were working backward at it to determine how the connection had been established. ഈ കണക്ഷൻ എങ്ങനെ ഉണ്ടായി? എബിംഗസ് began at the other end with the study of the formation of associationism. It was thus possible for him to control the condition under which the association was formed and to make the study of learning scientific. കണ്ടോ, ഇവിടെ ഇദ്ദേഹം അസോസിയേഷൻസിനെ പറ്റി പഠിച്ചു. എങ്ങനെ ഈ അസോസിയേഷൻസും ഉണ്ടാവുന്നു അദ്ദേഹം കണ്ടെത്തി. എനിക്ക് ഈ ഒരു രാത്രിയായിട്ട് 100 പേരുണ്ടാവും. എന്റെ ആ ഒരു സാധനം കത്തി ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ, ആ 100 പേരുള്ള ഫോട്ടോ. ഓക്കെ, അപ്പോ എന്റെ സ്റ്റാഫ് മെസ്സേജ് 100-ലധികം പേരുടെ ഒരു ഫോട്ടോ എടുത്ത് വെക്കാനായിരുന്നു. ഓക്കെ, അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് ഈ അസോസിയേഷനിസം വരുന്നത് എന്നാണ് അദ്ദേഹം കണ്ടെത്തി. അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് അറിയോ? അർത്ഥമുള്ള വേർഡ്സ് അർത്ഥമുള്ള കാര്യം അസോസിയേറ്റ് ചെയ്യാൻ സിമ്പിൾ ആണ്. Thus, the focus of Ebbinghaus was different. He began his study with the initial formation of the association. In this way, he could control the condition under which the chains of ideas were formed and thereby make the study of learning more objective. അതായത് അദ്ദേഹം കുറച്ചുകൂടെ ഒബ്ജക്റ്റീവ് ആയിട്ട് പഠിക്കാൻ നോക്കി. അർത്ഥമില്ലാത്ത തമ്മിൽ എങ്ങനെ ലേൺ ചെയ്യുന്നു, ഈ കണക്ഷൻ എങ്ങനെ ഉണ്ടാവും, അതായത് അർത്ഥമുള്ളത് തമ്മിൽ കണക്ട് ചെയ്യാൻ സിമ്പിൾ ആണ്. പൂച്ചേനെ, നായ, പെണ്ണ്, പെൻസിൽ, ഇതൊക്കെ അർത്ഥമുണ്ട് പെണ്ണ് എഴുതാൻ. ഈ അർത്ഥമില്ലാത്തത് എങ്ങനെ ലേൺ ചെയ്യുന്നു അത് പഠിക്കാനാണ്. അതർ എൻഡിലേക്ക് അത് പോകും. എങ്ങനെ കണക്ഷൻ ഉണ്ടാവുന്നു അത് പഠിക്കാനാണ് എബിംഗസ്. For basic measures of learning, Ebbinghaus adapted a technique from associationists who have proposed frequency of associations as a condition of recall. Ebbinghaus reasoned that the difficulty of learning material could be measured by this frequency. എത്ര ടൈം എടുക്കുന്നു പഠിക്കാൻ? ഫ്രീക്വൻസി.
That is by counting the number of repetition needed for one perfect reproduction of material. എത്ര വട്ടം പറഞ്ഞു കൊടുത്തിട്ടാണ് അത് കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ എത്ര സമയം കൊണ്ടാണ് ഈ ഫ്രീക്വൻസി, എത്ര വട്ടം PQR വേണ്ട, XY, XNY അല്ലെങ്കിൽ XQB, ഇത് എത്ര വട്ടം പറയുമ്പോഴാണ് പതിയുന്നത് ഫ്രീക്വൻസി. കാരണം ഈ XQBക്ക് അർത്ഥമില്ല. സോ എത്ര വട്ടം പറയണം, ഫ്രീക്വൻസി. In order to study learning, Ebbinghaus invented what are known today as nonsense syllables. ഇത് അർത്ഥമുള്ള തമ്മിൽ അസോസിയേറ്റ് ചെയ്ത സുഖമാണ്. അപ്പൊ ഈ അസോസിയേഷൻസ് പഠിക്കാൻ അദ്ദേഹം എന്ത് കണ്ടെത്തി? അർത്ഥമില്ലാത്ത വാക്കുകൾ. അത് എത്ര വട്ടം പറയുമ്പോഴാണ് ഒരാളിൽ പതിയുന്നത്? ആ അർത്ഥമില്ലാത്ത വാക്കുകളെ ഇന്നും ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ടച്ചിറ്റോസ്കോപ്പിൽ, സ്പാൻ ഓഫ് അറ്റൻഷനിൽ, നോൺ സെൻസ് സിലബിൾസ്. He made nonsense syllables the subject matter of his research, this material too. അദ്ദേഹം ഈ നോൺ സെൻസ് സിലബസ് വെച്ചിട്ടാണ് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത്. അതായത് അദ്ദേഹം അതർ എൻഡിൽ, അർത്ഥമുള്ള രണ്ടെണ്ണം, അതിന്റെ അതർ എൻഡിലേക്ക് അദ്ദേഹം പോകും. എങ്ങനെ അസോസിയേഷൻസും ഉണ്ടാവുന്നു, അർത്ഥമില്ലെങ്കിലും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എത്ര ടൈം എടുക്കുന്നു, എത്ര ഫ്രീക്വന്റ് ആയിട്ട് ടൈം എടുത്തിട്ടാണ് ഉണ്ടാവുക. അതിനാണ് അദ്ദേഹം നോൺ സെൻസ് സിലബിൾസ്. ഓക്കെ ആണോ മാം? പ്രാക്ടിക്കൽ എടുക്കുന്ന സമയത്ത് ഇത് ഈ നോൺസെൻസ് സിലബസ് ഗ്രൂപ്പ് ആയിട്ടുള്ള ഉണ്ടായനെ, അത് പിന്നെ ഇതാ ഭയങ്കര ടൈം മെമ്മറൈസ് ചെയ്യാൻ ഭയങ്കര ടൈം എടുത്തിട്ടുണ്ട്, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അത് ഉണ്ടാക്കിയത്. 3 എണ്ണൊക്കെ നമുക്ക് പിന്നെയും എളുപ്പമാണ്, പക്ഷെ 4, 5 ഒക്കെ ആകുമ്പോഴത്തേനും നമ്മൾ വലയും. അതായത് നിങ്ങളൊക്കെ XP പിന്നെ B എളുപ്പമാണ്, പക്ഷെ XB QRP ഇതത്ര എളുപ്പമാവില്ല. സി, ഇതാണ് നോൺസെൻസ് സിലബിൾസിന്റെ പ്രത്യേകത. ഓക്കെ ആണല്ലോ. പിന്നെ ഇവാൻ പി പാവ്ലോവിനെ പറ്റിയിട്ടാണ്, അത് ബിഹേവിയറിസത്തിൽ ഞാൻ പറയുന്നുണ്ട്. ഇവാൻ പി പാവ്ലോവിന് ഇപ്പോഴും സ്റ്റിമുലസ് റെസ്പോൺസും, അതായത് ക്ലാസിക്കൽ തിയറി ഓഫ് സൈക്കോളജി കണ്ടെത്തിയ ആളാണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്. പാവ്ലോവിനെ പറ്റിയിട്ടുമാണ് എഴുതേണ്ടത് കേട്ടോ. 2 ആളെ എഴുതിയാൽ മതി, 2 ആളെ പഠിച്ചാൽ മതി എന്നാണ് പറയുന്നത്. കമ്മിങ് ടു 4th ചാപ്റ്റർ, സ്ട്രക്ചറലിസം ആണ്. സ്ട്രക്ചറലിസം 4 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ മെത്തേഡ് ഓഫ് ഇൻട്രോസ്പെക്ഷൻ ഇൻ സ്ട്രക്ചറലിസം. ഈ ഒരു ചാപ്റ്ററിൽ ടിച്ച്നറിനെ പറ്റിയിട്ടാണ് കൂടുതൽ പറയുന്നത്. അതായത് വില്യം വൂണ്ട് എന്ത് ചെയ്തു, സ്ട്രക്ചറലിസത്തിനെ പറ്റി പറഞ്ഞു, അദ്ദേഹം അതിനെ വളണ്ടിയറിസം ആണ്. ഈ ടിച്ച്നർ ആണ് പിന്നെ ഇത് കുറെ കൂടെ വാസ്റ്റ് ആയിട്ട് പുറത്തോട്ട് കൊണ്ടുവന്നത്. ഈ ഒരു 4ാമത്തെ ചാപ്റ്റർ ഓൾ അബൌട്ട് ടിച്ച്നർ. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ടിച്ച്നറിനെ പറ്റി കൂടുതൽ പഠിച്ചത് 106 വഴിയാണ്. ഞങ്ങൾ പഠിക്കുന്ന കാലത്തും ടിച്ച്നർ തീരെ ഉണ്ടായിരുന്നില്ല, സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. ഡിസ്കസ് ദ എമർജൻസ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ഇൻട്രോസ്പെക്ഷൻ, ഇൻട്രോസ്പെക്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ മെത്തേഡ് ഓഫ് ഇൻട്രോസ്പെക്ഷൻ ഇൻ സ്ട്രക്ചറലിസം ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് വില്യം വൂൺ ആൻഡ് വില്യം ജെയിംസ് ടു ഏർലി സൈക്കോളജി ചോദിച്ചിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 4ാമത്തെ ചാപ്റ്ററിൽ ഉള്ളത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇൻട്രോസ്പെക്ഷൻ എന്താണെന്ന് നോക്കാം. ഇൻട്രോസ്പെക്ഷൻ ഞാൻ ടെക്സ്റ്റിൽ നോക്കിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തതിനെ കൊണ്ട് നോട്ടില് കുറവായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നിൽക്കും, ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ തന്നെ പോകാം, അല്ലെങ്കിൽ ഞാനത് വിട്ടു. ഞാൻ ഇൻട്രോസ്പെക്ഷൻ ടെക്സ്റ്റിൽ നോക്കിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാട്ടോ എടുത്തു കൊടുത്തിട്ടുള്ളത്. ഇപ്പം ചില കാര്യങ്ങൾ ഞാൻ ടെക്സ്റ്റും കൂടി കമ്പയർ ചെയ്തിട്ട്, അതായത് നോട്ടിലേക്ക് മാറ്റാൻ താല്പര്യമില്ലാത്തത് ടെക്സ്റ്റ് 106 ഞാൻ പിന്നെ അധികവും ടെക്സ്റ്റിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. കാരണം ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ടാണ്, സൈക്കോളജി എവിടെ നിന്ന് വന്നു റൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതത്ര ചുരുക്കി അല്ലാതെ പഠിക്കണം തോന്നിയത് പലതും 106 മാത്രം, ബാക്കിയെല്ലാം നമ്മളെ നോട്ട് മാത്രമാണ്. പക്ഷെ 106ന്റെ കേസിൽ ഞാൻ കുറച്ചുകൂടെ ഒക്കെ ടെക്സ്റ്റിലേക്ക് പോയിട്ടുണ്ട്. ടെക്സ്റ്റ് നോക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇൻട്രോസ്പെക്ഷൻ നമ്മൾ എടുത്തിട്ടുള്ളതായിരുന്നു ഞാൻ പറഞ്ഞത്. അതുപോലെ ഇപ്പം ഇനി അടുത്ത ഇയർ മുതൽ ചില സബ്ജക്റ്റും കൂടി ഞാൻ ടെക്സ്റ്റും കൂടെ ഉൾപ്പെടുത്താൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴൊന്നും തീരില്ല, ഞാൻ നേരെ മുകളിലോട്ട് 4ാമത്തെ ചാപ്റ്റർ അല്ല, 5ാമത്തെ ചാപ്റ്റർ. Yes, introspection. Okay. The form of introspection of self-observation that Tishner promoted depend on observer who were
scrupulously trained to describe the elements of their conscious experience instead of just reporting the name of observed or experienced stimuli that they were already familiar with. അതായത് ചുമ്മാ ഒരാളെ വിളിച്ചിട്ട് ഇതിപ്പോ ഇതെന്താണെന്ന് ചോദിക്കുന്നതല്ല, ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ആളെ വിളിച്ചിട്ട് ഇത് കാണിച്ചിട്ട് ഇതിനെ പറ്റി പറയാൻ പറയുന്നതാണ് ഇൻട്രോസ്പെക്ഷൻ. അതായത് ഞാൻ ലിയാനിനെയോ അല്ലെങ്കിൽ താനിയെ കുറിച്ച് ഇതിനെ പറ്റി അല്ല, ട്രെയിൻഡ് ആയിട്ടുള്ള ഈ ഇൻട്രോസ്പെക്ഷനെ പറ്റി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇത് കാണിച്ചു അയാൾക്ക് എന്തൊക്കെ തോന്നുന്നു അതാണ് നോക്കുക. അല്ലാണ്ട് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള ഒരാൾ ഇത് ഫെമിലിയർ ആയിട്ടുള്ള ഒരാളെ വിളിച്ച് ഇതിനെ പറ്റി ചോദിക്കുന്നതല്ല ഇൻട്രോസ്പെക്ഷൻ. Tischner did realize that we all learn to describe our experience in terms of stimulus. For instance, that a red round object is an apple and that in everyday life this is beneficial and necessary. അതായത് ടിച്ച്നർ റിയലൈസ് ചെയ്തിട്ടുണ്ട് നമ്മൾ എല്ലാത്തിനെ പറ്റിയിട്ട് എല്ലാ സ്റ്റിമുലസ് എക്സ്പീരിയൻസിലൂടെ പഠിക്കുന്നുണ്ട്, അത് ഡെയിലി ലൈഫിൽ ഭയങ്കര നെസസറി ആണ്. However, this practice had to be unlearned in psychology laboratory. ലാബിൽ ഇതല്ല വേണ്ടത്, ലാബിൽ ഇതല്ല. Tischner described this method of introspection by using the term systematical experimental introspection എന്നാണ് ടിച്ച്നർ വിളിച്ചത്, which was given by Oswald Kulpe ആണ്. Tischner was used subjective, detailed, qualitative report of a subject's mental activities for the purpose of introspection. ഒരു വസ്തുവിനെ കാണിച്ചു വെക്കുമ്പോൾ ഒരാളുടെ അയാൾക്ക് മാത്രം തോന്നുന്നു, ഡീറ്റെയിൽഡ് ആയിട്ട് തോന്നുന്നത്, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ട്. ഈ ഒരു ലിപ്സ്റ്റിക് കാണുന്ന സമയത്ത് ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചുമ്മാ പറയട്ടോ മനസ്സിലായി, ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് കണ്ടിട്ട് മേടിച്ചതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ 3-in-1 ആണെന്നാണ്. ഇത് 2 കളറ് വെച്ചിട്ട് വരുന്ന അങ്ങനെ വരുന്നൊരു സംഭവമാണ്. അപ്പൊ ഇത് എടുക്കാനുള്ള കാരണം വെച്ചാൽ 3 കളർ ഒരുമിച്ചാക്കാലോ, ആ പൈസ ലാഭിക്കാലോ, അല്ലെങ്കിൽ ഒരെണ്ണം കൊണ്ട് നടന്നാൽ 3 ഷെയ്ഡ് കിട്ടുമല്ലോ. കണ്ടോ, സബ്ജക്റ്റീവ്, ഡീറ്റെയിൽഡ്, ക്വാളിറ്റേറ്റീവ് റിപ്പോർട്ട്. ഈ ഒരു സാധനം വെച്ച് എനിക്ക് ഉണ്ടായ ഒരു ഇത് കണ്ടോ. ഇതിപ്പോ ചിലപ്പോ താനിയോട് കാണിച്ച് താനി അതിനെ പറ്റി ഇതായിരിക്കില്ല പറയുന്നത്. ഈ സ്റ്റേസ് എന്ന ഈ ഒരു സാധനം ഞാൻ മേടിക്കാനുള്ള കാരണം ഒരു 3-in-1 ആണ്. അപ്പുറമായിട്ട് 3 ഷെയ്ഡ് അതിനുണ്ട്. ഒരു ഷെയ്ഡ് ഇവിടെ, ഒരു ഷെയ്ഡ് ഇവിടെ, ഇത് 2 കൂടി ചേർത്തിട്ട് 3ാമതൊരു ഷെയ്ഡ് കിട്ടും. അതെനിക്കറിയാം, ഞാൻ ഇൻസ്റ്റയിലൊരു ആഡ് കണ്ടിട്ട് മേടിച്ചതാണ്. സബ്ജക്റ്റീവ്, ഡീറ്റെയിൽഡ്, ക്വാളിറ്റേറ്റീവ്, ഇതിലൂടെയാണ് മനുഷ്യ മനസ്സിലാക്കുന്നത്. ഇതിനെയാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തി അയാൾക്ക് സബ്ജക്റ്റീവ് ആയിട്ട് ഒരു വസ്തു കാണുന്നു, ഡീറ്റെയിൽഡ് ആയിട്ട് ക്വാളിറ്റേറ്റീവ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. In a similar way, was as used by Kulpe. Also, Tischner opposed Wundt's approach to introspection, as he believed that with its focus on objective and qualitative measurement, the approach was not suitable for unveiling the elementary sensation and objects of consciousness that were fundamental to psychology. Wound നോക്കിയത് വെറും എന്താണ്, ക്വാളിറ്റേറ്റീവ് ഒബ്ജക്റ്റീവ് ആണ്. ടിഷ്നർ അങ്ങനെയല്ല, അത് എഴുതണേ. വൂണ്ട് ക്വാളിറ്റേറ്റീവ് ഒബ്ജക്റ്റീവ് ആണെങ്കിൽ ടിഷ്നർ എന്താ നോക്കിയത്, ഡീറ്റെയിൽഡ്, സബ്ജക്റ്റീവ്, ക്വാളിറ്റേറ്റീവ് റിപ്പോർട്ടാണ്. രണ്ടുപേരുടെ ഇൻട്രോസ്പെക്ഷൻ തമ്മിൽ വ്യത്യാസമുണ്ട്. Tischner differed from Wundt is that whereas Wundt focused upon the synthesis of element through apperception, Tischner was concerned with the analysis of complex conscious experience into its elements or component parts. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, in other words, it can be said that Tischner stressed on the parts, Wundt stressed on as whole. Wundt ഇത് ഹോൾ ആയിട്ട് കാണുമ്പോൾ ടിഷ്നർ പാർട്ട് ആയിട്ട്, സബ്ജക്റ്റീവ് ആയിട്ട്, ക്വാളിറ്റേറ്റീവ് ആയിട്ട്, ഡീറ്റെയിൽ ആയിട്ട്. അതാണ് രണ്ടുപേരുടെ ഇൻട്രോസ്പെക്ഷൻ. ഒരാൾ ഒബ്ജക്റ്റീവ് ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ നോക്കി, രണ്ടാമത്തെ ആള് സബ്ജക്റ്റീവ്, ഡീറ്റെയിൽഡ്, ക്വാളിറ്റേറ്റീവ് ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇൻട്രോസ്പെക്ഷൻ എന്താന്നുള്ളത് ഓക്കെ ആണോ? പറഞ്ഞേ. ഇൻട്രോസ്പെക്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എടാ ഒന്നുകൂടെ പറയാം. അതായത് ഇവിടെ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ഇൻട്രോസ്പെക്ഷൻ എന്നുള്ള മനുഷ്യ മനസ്സിന്റെ കോൺഷ്യസ്നസ് പഠിക്കാൻ ഉപയോഗിച്ചാണ്. അവിടെ ഓസ്വാൾഡ് കുൽപ്പിന്റെ മെത്തേഡാണ് ആരുപയോഗിച്ചത്? ടിഷ്നർ ഉപയോഗിച്ചത്. ഒരു വസ്തു ഒരാൾക്ക് കാണിച്ചു, അത് ട്രെയിൻഡ് ആയിട്ട് ആൾക്കാർ അത് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. സാധാരണ ഈ ഇപ്പൊ ലിപ്സ്റ്റിക് എന്ന ഫെമിലിയർ ആയിട്ടുള്ള ഏതൊരാൾക്കും ഇത് കാണിച്ചു കൊടുത്ത് എന്തെങ്കിലും അല്ല പറയേണ്ടത്. ഒരു ട്രെയിൻഡ് ആൾക്ക് അത് കാണിച്ചു കൊടുക്കാണ്. എന്നിട്ട് അത് അയാളുടെ സബ്ജക്റ്റീവ്, അയാളുടെ മാത്രം ഉള്ളിൽ വരുന്ന ഡീറ്റെയിൽഡ് ആയിട്ട് ക്വാളിറ്റേറ്റീവ് ആയിട്ടാണ്. എന്താണ് വൂണ്ട് പറഞ്ഞത്? ഒബ്ജക്റ്റീവ് ആയിട്ട്. ഇത് ഇപ്പൊ ലിയാനെ കാണിക്കുകയാണ്, അല്ലെങ്കിൽ റിഷാനെ കാണിക്കണം, അവളിത് കണ്ടിട്ട് അത് ലിപ്സ്റ്റിക് ആണ്, അത് ചുണ്ടിലിടുന്നതാണ്, അത് ഇവർക്ക് ഇതിനെ പറ്റി അറിയില്ല. ഇവിടെ അവർക്ക് കണ്ട് ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് ക്വാളിറ്റേറ്റീവ് ആയിട്ട് പറയാം. നേരെ ഞാനിത് പറയുമ്പോൾ ഞാനിത് വാങ്ങിയതാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് എന്റെ ഇതിനോടുള്ള അടുപ്പം, അല്ലെങ്കിൽ എനിക്ക് ഇതിനോടുള്ള കാര്യം. സബ്ജക്റ്റീവ്, ക്വാളിറ്റേറ്റീവ്, ഡീറ്റെയിൽഡ് എന്ന് ടിഷ്നർ പറഞ്ഞപ്പം
ഒബ്ജക്റ്റീവ് ക്വാളിറ്റേറ്റീവ് ആണ് വൂണ്ട് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പിന്നെ ഡിസ്കസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് വില്യം വൂണ്ട്, വില്യം ജെയിംസും ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്, അതന്നെ എഴുതി വെച്ചാൽ മതി. കമ്മിങ് ടു ഫങ്ഷണലിസം, explain the work of Chicago School of Functionalism, discuss the contribution and criticism of functionalism. William Jamesine പറ്റിയിട്ടാണ് കൂടുതലും. Discuss the contribution of William Wundt and William James to early psychology. Discuss the major contribution of the School of Functionalism. ഇത്രയുമാണ് ഫങ്ഷണലിസം ചാപ്റ്ററിൽ വന്നിട്ടുള്ളത്. കമ്മിങ് ടു സൈക്കോ അനാലിസിസ്, വിശദമായിട്ട് നിങ്ങൾക്ക് ഈ പാഠത്തിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പാകത്തിൽ 2 വീഡിയോസ് ഞാൻ ഇട്ടിട്ട് പോയി കാണാം. എക്സ്പ്ലെയിൻ കോൺഷ്യസ്നെസ് ആൻഡ് അൺകോൺഷ്യസ് ആസ്പെക്ട് ഓഫ് പേഴ്സണാലിറ്റി ആസ് ഗിവൺ ബൈ ഫ്രോയിഡ്. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ഫ്രോയിഡ് സൈക്കോ അനാലിസിസ്. ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ് ചോദിച്ചാല് സൈക്കോ അനാലിസിസ് അദ്ദേഹത്തിന്റെ തിയറിയുടെയും ചികിത്സാ രീതിയുടെയും രണ്ടിന്റെയും പേരാണ്. ഫ്രോയിഡിന്റെ തിയറിയുടെ പേരും അദ്ദേഹത്തിന്റെ ചികിത്സാ രീതിക്കും ഒരേ പേരാണ് സൈക്കോ അനാലിസിസ്. ലോകത്തിലെ ആദ്യത്തെ മാനസിക രോഗത്തിന്റെ ചികിത്സ അല്ലെങ്കിൽ ഒരു തെറാപ്പിയാണ് സൈക്കോ അനാലിസിസ്. അങ്ങനെ ഫ്രോയിഡിനെ പറ്റി കുറച്ച് പോയിന്റ്സ് എഴുതി വെച്ച ശേഷം സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എഴുതണം. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കേട്ടോ, ഇൻഡിഗോ സൂപ്പർ ഈഗോ, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, അതാണ് കോൺഷ്യസ്നെസ്, അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ്. പിന്നെ നിങ്ങൾക്ക് ആൻസൈറ്റി, പിന്നെ അതുപോലെ തന്നെ ഡിഫൻസ് മെക്കാനിസം ഒക്കെ മെൻഷൻ ചെയ്യാം. അത് തന്നെയാണ് ട്രേസ് ദ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോ അനാലിസിസും എഴുതേണ്ടത്. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് സൈക്കോ അനാലിസിസ് ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് ഓവറോൾ ഇമ്പാക്ട്. ഇതിനൊക്കെ ഒരേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് മെൻഷൻ ചെയ്യാനുള്ളത്. അത് ആസ് യു നോ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഓൾറെഡി ഇട്ട് തന്നിട്ടുണ്ട്. അത് മാത്രം പോയാൽ മതി. ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അതിന്റെ ക്രിറ്റിസിസം കൂടി അതിൽ ചേർക്കണം. ഓഫ് കോഴ്സ് വേണം, എല്ലാത്തിന്റെ ക്രിറ്റിസിസം എടുക്കുന്നുണ്ട്. ഇവിടെ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോ അനാലിസിസ് പറയുമ്പോൾ അഡോപ്റ്റിംഗ് കഥാസിസ് ആൻഡ് റിജക്റ്റിംഗ് ഹിപ്നോസിസ് ആയിരുന്നു. ഫ്രോയിഡ് നിങ്ങൾക്ക് അറിയുന്ന പോലെ ആരായിരുന്നു? ഒരു ന്യൂറോളജിസ്റ്റ് ആയിരുന്നു, ഞരമ്പ് രോഗ വിദഗ്ധനായിരുന്നു. അദ്ദേഹം നോക്കുമ്പോൾ ചില ആളുകളുടെ കൈ കുഴഞ്ഞിട്ടുണ്ട്, ചില ആൾക്കാർ പാരലൈസ്ഡ് ആയിട്ടുണ്ട്, ചില ആൾക്കാരുടെ കാല് കുഴഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം മെഡിക്കലി നോക്കുമ്പോൾ അവരുടെ ഒരു ശരീരത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹം എന്താപ്പോ അങ്ങനെ ചാർക്കോൾ എന്ന വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഹിപ്നോട്ടിസം പഠിക്കാണ്. ഹിപ്നോട്ടിസം ഒരു ആർട്ടാണ്, ഒരു കൺകെട്ട് വിദ്യ പോലെയാണ്. ഇനി ആർട്ട് പഠിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഈ ആളുകളെ, കാല് കുഴഞ്ഞ കൈ കുഴഞ്ഞ ആളുകൾ ഹിപ്നോട്ടൈസ് ചെയ്ത് നടക്കാൻ പറഞ്ഞപ്പോൾ അവർ നടന്നു. അപ്പം ഫ്രോയിഡ് അവിടെ മനസ്സിലാക്കി എന്താണ്, പിന്നെ അവരുടെ മനസ്സിലല്ല, ശരീരത്തിൽ ഒരു പ്രശ്നമില്ല, മനസ്സിലാണെന്ന്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഹിപ്നോസിസിനെ റിജക്ട് ചെയ്തിട്ടുണ്ട്. അതിനുള്ള മെയിൻ കാരണം എല്ലാവരെയും ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റില്ല. ഫ്രോയിഡ് സ്പെസിഫിക്കലി റിജക്റ്റഡ് ഹിപ്നോസിസ് ആസ് എ ട്രീറ്റ്മെന്റ് ഫോർ ദീസ് റീസൺ. ഈ റീസൺ ആയിട്ട് ഞാൻ ഗ്രൂപ്പിൽ കണ്ടു CBT പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ ഹിപ്നോട്ടിസ് തെറാപ്പി. അങ്ങനെ തെറാപ്പി സൈക്കോളജിയിൽ ഇല്ല. ഹിപ്നോസിസ് എന്നൊരു തെറാപ്പി നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. അങ്ങനെ തെറാപ്പി സൈക്കോളജിയിൽ ഇല്ല. എന്തുകൊണ്ടാണ് അതിന്? എന്തുകൊണ്ടാണ്? എല്ലാരെയും ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റില്ല. ചില ആളുകൾ ഹിപ്നോട്ടൈസ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ അത് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. Then when one setup of symptoms was elevated under hypnotic suggestibility, new symptoms often emerged. അതായത് ഹിപ്നോട്ടിസത്തിലൂടെ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ പറ്റൂ കേട്ടോ, നിങ്ങൾക്ക് നടക്കാൻ ശരീരത്തിനൊന്നും പ്രശ്നമില്ല, അപ്പോഴും ചിലപ്പോൾ എണീറ്റ് വന്നു, പക്ഷെ പിറ്റേ ദിവസം നിങ്ങൾക്ക് കണ്ണ് കാണാണ്ടായി. അതായത് ഈ പ്രശ്നം ഇങ്ങനെ ഹിപ്നോട്ടൈസിലൂടെ ഒക്കെ ആണെങ്കിൽ നമ്മൾ പുല്ലില്ലേ ഇങ്ങനെ ചെത്തി കൊടുക്കുന്ന പോലെയാണെന്ന് പറയുന്നത്. അതായത് സജസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ സജസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സജസ്റ്റബിൾ ആയിട്ട് എല്ലാം പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരെ. അതാരാണെന്നുള്ളത് ഈ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന വിദഗ്ധർക്ക് അറിയാം. അപ്പൊ അവരെ വിളിച്ചിട്ട് ഹിപ്നോട്ടൈസിലൂടെ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ അവര് പുകവലി നിർത്തും. പക്ഷെ വേറെ എന്തെങ്കിലും, അതായത് എന്ത് കാരണം കൊണ്ടാണോ ഈ പുകവലി വന്നത്, ഒരു റൂട്ട് കോസ് ഉണ്ടാവില്ലേ, ആ റൂട്ട്, അതായത് വേറെ ഒരു രോഗം നമ്മൾ മാറ്റണമെങ്കിൽ വേര് പിഴുതെറിയണം. അല്ലെങ്കിൽ ഈ പുല്ല് നമ്മൾ മേലെ കൂടെ വെട്ടിക്കൊടുക്കുന്നവരെ പിന്നീട് തീർക്കും. ഹിപ്നോട്ടിസം ഒരിക്കലും ഒരു 100% ഒരു ചികിത്സാ രീതിയല്ല എന്ന് പറഞ്ഞ് ഹിപ്നോട്ടിസം കൊണ്ടുവന്നതും ഫ്രോയിഡ് ആണ്, അതിനെ റിജക്ട് ചെയ്തതും ഫ്രോയിഡ് ആണ്. ഇതാണ് ഹിപ്നോട്ടിസത്തിന് ഒരു ഡെവലപ്മെന്റ് ഓഫ് സൈക്കോ അനാലിസിസ് പറയുമ്പോൾ അദ്ദേഹം ഹിപ്നോട്ടിസം റിജക്ട് ചെയ്തു. കഥാർസിസ്, വെന്റ് ഔട്ട് ചെയ്യുക, മനസ്സിലുള്ള ഫീലിങ്സ് വെന്റ് ഔട്ട് ചെയ്യുക, തുറന്ന് പറയുക, അല്ലെങ്കിൽ ഒന്ന് സ്ക്രീം ചെയ്യുക, അതിനൊക്കെയാണ് അദ്ദേഹം കഥാർസിസ് എന്നാണ്. അതിലൂടെ കുറെ ആശ്വാസം കിട്ടും. ചില ആളുകൾക്ക് മനസ്സിലിങ്ങനെ മൂടി വെച്ചിട്ടാണ്, അത് ആരോട് തുറന്നു പറഞ്ഞെങ്കിൽ ആശ്വാസം കിട്ടും. ഇനി ജഡ്ജ് ചെയ്യുന്ന പേടിയാണെങ്കിൽ നിങ്ങൾ ഒരു രീതിയിൽ ജഡ്ജ് ചെയ്യാതെ കേൾക്കാൻ സൈക്കോളജിസ്റ്റ് ഉണ്ട്, അതിനൊക്കെ നമ്മളിരിക്കുന്നത് അല്ലേ. അപ്പം അദ്ദേഹം കഥാർസിസിനെ അഡോപ്റ്റ് ചെയ്തു, ഹിപ്നോട്ടിസിനെ റിജക്ട് ചെയ്തു. പിന്നെ അദ്ദേഹത്തിന്റെ ചികിത്സയിൽ പ്രധാനപ്പെട്ട ഒരു എന്താണ് രീതിയായിരുന്നു ഫ്രീ അസോസിയേഷനിസം.
അപ്പൊ ആ ചാപ്റ്ററിലെ കാര്യങ്ങൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാൻ. എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്, എല്ലാ കാര്യങ്ങളും അതിൽ. ഇനി ഫ്രോയിഡിന്റെ ക്രിറ്റിസിസം പറയുകയാണെങ്കിൽ സൈക്കോ അനാലിസിസ് കോൺസെപ്റ്റ് വാഗ് ആണ്, അംബിഗീഷ്യസ് ആണ്. ശരിക്കും ഇപ്പോഴും നമ്മൾ പറഞ്ഞ ആരും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ ഓർ മെഷർ ഒബ്ജക്റ്റീവ്ലി. ഒരിക്കലും സയന്റിഫിക് ആയിട്ട് തെളിയിക്കാൻ പറ്റുന്നതല്ല അദ്ദേഹത്തിന്റെ തിയറി. The theory is only applied retrospectively, involves historical construction, not scientific construction. Historic construction ആണ്. അദ്ദേഹം കുറച്ച് ആൾക്കാരെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്ത് അതിലൂടെ അല്ലാണ്ട് ഒബ്ജക്റ്റീവ് ആയിട്ട് സയന്റിഫിക് ആയിട്ട് കണ്ടെത്തിയിട്ടില്ല. പിന്നെ എന്താണ് ഫ്രോയിഡ്സ് തിയറി ക്രിട്ടിസൈസ് ഫോർ എക്സ്പ്ലെയിൻ ഹ്യൂമൻ ബിഹേവിയർ ഇൻ ടേംസ് ഓഫ് സെക്ഷൽ മോട്ടിവേഷൻ. തുറന്ന് അദ്ദേഹം സെക്ഷൽ എന്നേ പറയണം. അതുകൊണ്ട് അത് കാര്യം കൊണ്ട് ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. മെക്കാനിസ്റ്റിക് ആയിട്ടുള്ള ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ഔട്ട്ലുക്ക് കാരണം സയന്റിഫിക് ആയിരുന്നില്ല. അതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ തിയറിയോടുള്ള കുറച്ച് ക്രിറ്റിസിസംസ്. ഇനി നിയോ ഫ്രോയിഡിയൻസ് ആണ്. കാൾ ഗസ്റ്റവ് യുങ് വരുന്നുണ്ട്. കാൾ ഗസ്റ്റവ് യുങ്ങിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം 2 ടൈപ്പ് അൺകോൺഷ്യസ് ഉണ്ട് എന്ന് പറഞ്ഞു. മെയിൻ അതാണ്, 2 ടൈപ്പ് അൺകോൺഷ്യസ്. അതായത് ഒന്ന് ഫ്രോയിഡ് പറഞ്ഞ പോലെ തന്നെ പേഴ്സണൽ അൺകോൺഷ്യസ്, അതായത് എന്റെ തന്നെ ഓർമ്മകൾ, എനിക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത എന്റെ സ്വന്തം ഓർമ്മകൾ ഞാൻ കൊണ്ട് കുഴിച്ചിടുന്നു, അത് പേഴ്സണൽ അൺകോൺഷ്യസ്. രണ്ടാമത് കളക്റ്റീവ് അൺകോൺഷ്യസ് ആണ്. അത് നമ്മുടെ പൂർവികരിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ്. അതായത് പൂർവികർ നമ്മളല്ല, മനുഷ്യന് മുന്നേ ഉള്ള പൂർവികരുണ്ട്, പ്രൈമേറ്റ്സ്. അതായത് മനുഷ്യനാണ്, അതായത് കുരങ്ങിൽ നിന്ന് പരിണാമം സംഭവിച്ചു വന്നതാണ് മനുഷ്യൻ എന്ന ഹോമോസാപ്പിയൻസ് എത്തുന്നതിന് മുന്നേയുള്ള ആ ഒരു എന്താ പറയാ വർഗത്തിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ പാരടിക്കാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അത് മൃഗങ്ങളിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുത്താണ്. അതായത് നമ്മുടെ പൂർവികരിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുത്ത കുറച്ച് മെമ്മറീസ് ഉണ്ട്, അതിരിക്കുന്ന സ്ഥലമാണ് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കിക്കേ, collective or transpersonal unconscious is the level that exists deeper than personal unconscious. It is the storehouse of primordial images and ideas inherited from one's ancestral past, which includes the racial history of humans and also the pre-human and animal ancestry. Pre-human, മനുഷ്യന് മുന്നേയുള്ള ആനിമൽ ആൻസിസ്ട്രിയിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുത്ത കുറച്ച് ഓർമ്മകൾ ഇരിക്കുന്ന സ്ഥലമാണ് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്നാണ് ആര് പറഞ്ഞത്? അദ്ദേഹം കോൺഷ്യസ് ഈഗോ, അത് നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള കാര്യം. 3 കാര്യങ്ങളാണ്. സ്ട്രക്ചർ ഓഫ് സൈക്കി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കോൺഷ്യസ് നമുക്ക് ഓർമ്മയുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ പേഴ്സണൽ അൺകോൺഷ്യസ്, എന്റെ മാത്രം ഓർമ്മകള്, എനിക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്തത് ഞാൻ കൊണ്ട് കുഴിച്ചിരുന്ന ഫ്രോയിഡിന്റെ സിമിലർ ആയിട്ടുള്ള അൺകോൺഷ്യസ് ആണ് പേഴ്സണൽ അൺകോൺഷ്യസ്. ഇനി കളക്റ്റീവ് അൺകോൺഷ്യസ് എന്താണ്? ഒരു മനുഷ്യന് അദ്ദേഹത്തിന് മുൻപുള്ള ആനിമൽ ആൻസിസ്ട്രൽ പാർട്ടിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഓർമ്മകൾ, അതിലെ പ്രിമോഡിയൽ ഇമേജസ് ആയിട്ട് കിടപ്പുണ്ടെന്നാണ്. ആ ഇമേജസിനെയാണ് ആർക്കി ടൈപ്സ് എന്ന് വിളിക്കല്. പേഴ്സോണ, മാസ്ക്, അനിമ അനിമസ്, സ്ത്രീയിലെ പുരുഷത്വം, പുരുഷന്റെ സ്ത്രീത്വം, അതാണ് അനിമ അനിമസ്. അതുപോലെ ഷാഡോ, പിന്നെ സെൽഫ്. ഇതൊക്കെ ഈ കളക്റ്റീവ് അൺകോൺഷ്യസിലുള്ള എന്താണ് ഇമേജസ് ആണെന്നാണ് യുങ് പറയുന്നത്. ഫ്രോയിഡും യുങ്ങും ആണ് കേട്ടോ ഇത്. ഫ്രോയിഡ് യുങ് ഇത് മറ്റേ പുള്ളിക്കാരന്റെ പേര് സ്റ്റാൻലി ഹോളം, നമ്മളെ അമേരിക്കൻ അസോസിയേഷൻ ആദ്യത്തെ പ്രസിഡന്റ്. അപ്പൊ ഫ്രോയിഡ് തന്റെ പിൻഗാമി എന്ന് വിശേഷിപ്പിച്ച ഒരാളായിരുന്നു യുങ്. ഈ ന്യൂ ഫ്രോയിഡിയൻസ് ആരാന്നറിയോ? ഫ്രോയിഡിന്റെ തിയറിയെ പിൻപറ്റുന്നവർ, പിൽക്കാലത്ത് ഫ്രോയിഡുമായിട്ട് നല്ല അടി ഉണ്ടാക്കിയവരുമാണ് ആര്? നമ്മുടെ ന്യൂ ഫ്രോയിഡിയൻസ്, അതായത് സ്വന്തമായിട്ട് തിയറി ഉണ്ടാക്കിയവര്. അതില് ഫസ്റ്റ് വൺ ആണ് കാൾ ഗസ്റ്റവ് യുങ്. യുങ്ങിന്റെ തിയറിയുടെ പേര് അനലിറ്റിക്കൽ സൈക്കോളജി എന്നാണ്. ഓക്കെ ആണോ? ന്യൂ ഫ്രോയിഡിയൻസിന് ഏതൊക്കെ ക്വസ്റ്റ്യനാ വരുന്നത് നോക്കാം. ന്യൂ ഫ്രോയിഡിയൻസിന് ആൽഡർമാൻസ് ഇൻഡിവിജ്വൽ സൈക്കോളജി ചോദിച്ചിട്ടുണ്ട്. യുങ്ങിന്റെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. യുങ്ങിന്റെ ചോദിച്ചാൽ എന്തായാലും എഴുതുന്നതാണ് കോൺഷ്യസ് ഈഗോ, പിന്നെ പേഴ്സണൽ അൺകോൺഷ്യസ്, കളക്റ്റീവ് അൺകോൺഷ്യസ്, പിന്നെ ആർക്കിടൈപ്സ്. ഇത് കുറെ പറയാനുണ്ട്. ഞങ്ങള് ഈ ഓരോ ടോപ്പിക്സും ഓരോ ക്ലാസ് ആയിട്ട് എടുത്തതാണ്, കാരണം അത്രയും പറയാനുണ്ട്. ഞാൻ പറഞ്ഞാൽ നിർത്തൂല, അതുകൊണ്ടാണ് ഓടിച്ചിട്ട് പോകുന്നത്. അഡ്ലറിന്റെ ഇൻഡിവിജ്വൽ സൈക്കോളജി ആണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ അഡ്ലറിന്റെ ഇൻഡിവിജ്വൽ സൈക്കോളജി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രകാരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും സുപ്പീരിയോറിറ്റി കോംപ്ലക്സും ആണ്. അതായത് ഓർഗനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിട്ട് മാറും എന്നാണ് കേട്ടോ. ഓർഗൻ ഇൻഫീരിയോറിറ്റിയിലാണ് നമ്മൾ നീളം കുറയുക,
എന്തെങ്കിലും അതാണ് ഇറ്റ് ഈസ് എ കണ്ടീഷൻ ദാറ്റ് ഡെവലപ്സ് വെൻ എ പേഴ്സൺ ഇസ് അൺഏബിൾ ടു കോമ്പൻസേറ്റ് ഇൻഫീരിയോറിറ്റി ഫീലിംഗ്. ഇൻഫീരിയോറിറ്റി ഫീലിംഗ് എന്റെ കൈ ഒടിഞ്ഞിട്ടാണ്, ഇപ്പം 100 ജലീലിനൊക്കെ കാണും, പുള്ളിക്കാരിക്ക് ഒരിക്കലും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായില്ല. എന്തുകൊണ്ടാണ്? ആ ഇൻഫീരിയോറിറ്റി ഫീലിംഗ്സ് പുള്ളിക്കാരി മറികടന്നത് കൊണ്ടാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇല്ലാത്തത്. അപ്പൊ ഞാൻ ഹൈറ്റ് ഇല്ല എന്നൊരു ഇൻഫീരിയോറിറ്റി ഫീലിംഗ്സ്, ആ ഹൈറ്റ് കുറഞ്ഞാൽ എന്താ, എനിക്ക് ആളുകൾക്ക് ഒന്ന് എന്റെ മേലെ ഇങ്ങനെ കൈ വെക്കാലോ, അല്ലെങ്കിൽ എന്താ എനിക്ക് നൂണ്ട് പോവാലോ, ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരില്ല. ഇൻഫീരിയോറിറ്റി ഫീലിംഗ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലെ? ഇൻഫീരിയോറിറ്റി ഫീലിംഗ്സ്, ഓ അവളെ പോലെയുള്ള മുടി എനിക്കില്ലല്ലോ, അയാളെ പോലെയുള്ള താടി എനിക്കില്ലല്ലോ അല്ലെ? ഈ ഇൻഫീരിയോറിറ്റി ഫീലിംഗ്സിനെ മറികടക്കാൻ, കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുമ്പോൾ നമുക്ക് വരുന്ന അവസ്ഥയാണ് ഇൻഫീരിയോറിറ്റി മാംഗലിക്കുന്നതിന്റെ കോംപ്ലക്സ്. 2 സെക്കൻഡ്. ഒരു മിനിറ്റ്. അപ്പൊ ഇൻഫീരിയർ ഫീലിംഗ്സ് മറികടക്കാതിരിക്കുമ്പോൾ വരുന്നതാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഇറ്റ് ഈസ് ദ ഇൻഡിവിജ്വൽ സെൻസ് ഓഫ് ഇൻകംപ്ലീറ്റ്നെസ് ആൻഡ് സെൻസ് ഓഫ് ഇംപെർഫെക്ഷൻ ബോത്ത് ഫിസിക്കലി ആൻഡ് സോഷ്യലി. ഒരു ഇംപെർഫെക്ഷൻ തോന്നുകയാണ്, ഞാൻ പെർഫെക്റ്റ് എല്ലാം തോന്നുമ്പോൾ ഇൻഫീരിയോറിറ്റി ഫീലിംഗ് വരും. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റാത്തപ്പോൾ വരുന്നതാണ്. അദ്ദേഹത്തിന് Alfred Adler's theory is known as individual psychology, was of the view that human behavior is goal directed. The goal of human mind or soul is perfection, superiority and security. Superior ആണ് എല്ലാവരും, പെർഫെക്റ്റ് ആവണം, സെക്യൂർ ആവണം, ഇതാണ് മനുഷ്യന്റെ. ഇത് മറികടക്കാൻ വരാതെ ആവുമ്പോഴാണ്, കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത്. Adler believed we experience feeling of inferiority as children because of our small size and physical weakness. ചെറുതാവുമ്പോൾ inferiority ഉണ്ട്, അങ്ങനെ സൈസ് ഇല്ല, വീക്കാണ്. He was the view that striving towards superiority drives the personality. ഈ superiority ആണ് നമ്മുടെ പേഴ്സണാലിറ്റി. എത്രത്തോളം നമ്മൾ superior ആക്കി നോക്കുന്നു അതനുസരിച്ചിട്ടാണ് ഓരോ വ്യക്തിയുടെയും പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവുന്നത്. This striving enhances the personality when it is socially oriented, that is benefit all people. In selfish and not socially oriented, it becomes the root of personality disturbance and the result in development of superiority complex. അതായത് ഈ superiority എനിക്ക് സൈക്കോളജിയിൽ എല്ലാരെക്കാളും മറികടക്കണം എന്നെനിക്കുണ്ട്. അപ്പൊ ഞാൻ അതിനെ ഈ ഓരോ ടീമുകളെക്കാളും ഞാൻ എന്തൊക്കെ പുതിയത് കൊണ്ടുവരാം, അത് ഞാൻ ഹെൽത്തിയാണത്.
അതായത് ബെനിഫിറ്റ് ഓൾ പീപ്പിൾ. ഞാൻ അങ്ങനെ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് ഹെൽത്തി ആണ്. അല്ല മറ്റെന്താണ് കുതികാല് വെട്ടിയിട്ട് ഞാൻ സുപ്പീരിയർ ആവാൻ നോക്കുക, മറ്റുള്ള ആളുകളെ പരദൂഷണം പറഞ്ഞിട്ട് ഞാൻ സുപ്പീരിയർ ആവാൻ നോക്കുക, അത് നമ്മുടെ പേഴ്സണാലിറ്റിയെ ഡിസ്റ്റർബ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് മനുഷ്യൻ എങ്ങനെ സുപ്പീരിയർ ആവാൻ നോക്കുന്നു അതിനനുസരിച്ചാണ് അയാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവുന്നത്. അത് എല്ലാവർക്കും ഗുണം കിട്ടുന്ന രീതിയിലാണ് ഞാൻ സുപ്പീരിയർ ആവാൻ നോക്കുന്നതെങ്കിൽ ഹെൽത്തി പേഴ്സണാലിറ്റി ആയിരിക്കും. അല്ലെങ്കിൽ അത് പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും, സുപ്പീരിയോറിറ്റി കോംപ്ലക്സിലേക്ക് എത്തിക്കും. ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഹിറ്റ്ലർ. ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആളായിരുന്നു, പേടിത്തൊണ്ടനായിരുന്നു. അത് മറികടക്കാൻ അദ്ദേഹം എന്തായി, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എടുത്തത്. അത് കാരണം എന്ത് സംഭവിച്ചു, ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായിട്ട്. എങ്ങനെയൊക്കെയാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്നത്? ഒന്ന് ഓർഗൻ ഇൻഫീരിയോറിറ്റി, ഏതെങ്കിലും ഓർഗൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും. സ്പോയിലിംഗ്, ഭയങ്കര പാമ്പർ ചെയ്തിട്ടാണ് നിങ്ങളെ കുട്ടികളെ വളർത്തുന്നെങ്കിൽ ഇൻഫീരിയോറിറ്റി ഉണ്ടാവും. നെഗ്ലക്ട്, കുട്ടികളെ തീരെ അവോയ്ഡ് ചെയ്യെങ്കിലും ഇൻഫീരിയോറിറ്റി ഉണ്ടാവും എന്നാണ് അഡ്ലർ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇൻഫീരിയോറിറ്റി മറികടക്കാൻ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റാത്തതും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. പേഴ്സണാലിറ്റി രൂപപ്പെടുന്നത് നമ്മൾ എങ്ങനെ സുപ്പീരിയർ ആവാൻ ശ്രമിക്കുന്നു. എല്ലാ പീപ്പിളിലും ബെനിഫിറ്റ് കിട്ടുന്ന പോലെ ഹെൽത്തി പേഴ്സണാലിറ്റി, അല്ലാത്ത പക്ഷം പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസ്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ബർത്ത് ഓർഡർ ആണ്. ഫസ്റ്റ് കുട്ടി ഏറ്റവും അറ്റൻഷൻ കിട്ടുന്ന കുട്ടിയാണ്, കുറച്ച് ജലസ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അടുത്ത കുട്ടി വരുമ്പോൾ കുറച്ച് ജലസ് ഒക്കെ ആയിരിക്കും. ഈ മിഡിൽ ബോൺസ് ഉണ്ട്, അവർ അവോയ്ഡൻ ടൈപ്പാണ് പറയുന്നത്. ഈ ഫസ്റ്റ് ബോൺ അദ്ദേഹം വിളിച്ചത് സുപ്പീരിയർ അല്ലെങ്കിൽ ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടാണ്. ഏറ്റവും ഇളയ കുട്ടി ഒരു ഡിപ്പെൻഡന്റ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ തിയറി പ്രകാരം പറയുന്നുണ്ട്, 2 ഇളയ പിള്ളേർ തമ്മിൽ കല്യാണം കഴിക്കരുത്, 2 പേർക്കും പാമ്പറിങ് ആകാൻ വേണ്ടത്. 2 മൂത്ത് പേര് കല്യാണം കഴിക്കരുത്, ഒരു വീട്ടിലെ 2 മൂത്ത്, 2 പേർക്കും സുപ്പീരിയർ ആയിട്ട് നിൽക്കണം. പിന്നെ മിഡിൽ ബോൺസ് എന്ന് പറയുന്നത് സാൻഡ്വിച്ച് പോലെ, അവർ അവോയ്ഡൻ ടൈപ്പാണ്. അതായത് മൂത്തതാണെന്നുള്ള പരിഗണന, ഇളയതാണെന്നുള്ള, ബാക്കി വരുന്ന എല്ലാവരും മിഡിൽ ബോൺസ് ആണ്. ഇനി ഞാനുണ്ട്, ഞാൻ the only child. The child shares some of the characteristics of old child, like achievement drive. എനിക്ക് മൂത്ത കുട്ടികളെ പോലെ നല്ല അച്ചീവ്മെന്റ് ഡ്രൈവ് എന്റെ പാരന്റ്സിനെ നന്നായിട്ട് നോക്കണം എന്നുണ്ട്, അതൊക്കെ എനിക്കുണ്ട്. ഇറ്റ് മേ നോട്ട് ലേൺ ടു ഷെയർ കോർപ്പറേറ്റ് വിത്ത് അതർ ചിൽഡ്രൻ. എനിക്ക് സൈക്കോളജി വരുന്നത് എനിക്ക് ഷെയർ ചെയ്യാൻ അറിയില്ലായിരുന്നു, ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. എന്റെ വീട്ടിലൊരു മിഠായി പെട്ടി കൊടുക്കുന്ന മൊത്തം എനിക്കുള്ളതാണ്, എനിക്കാരോട് ഷെയർ ചെയ്യാനില്ല. എന്റെ വീട്ടിൽ ഞാൻ എന്ത് പറഞ്ഞാലും സാധിച്ചു, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് സൈക്കോളജിയിലേക്ക് വന്നപ്പോഴാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒറ്റ കുട്ടികൾ ഷെയർ ചെയ്യില്ല, കോർപ്പറേറ്റ് ചെയ്യില്ല. ദിസ് പേഴ്സൺ മേ want sense stage all the time, and when challenged the person may feel it is unfair. അയാൾക്ക് എപ്പോഴും സ്റ്റേജ് ചെയ്ത് കിടന്നത് ആഗ്രഹം, ഒറ്റയാണല്ലോ എപ്പോഴും സെന്റർ ഓഫ് അട്രാക്ഷൻ. അത് കിട്ടിയിട്ടില്ല, അത് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഫസ്റ്റ് ഓർഡർ എപ്പോഴും ഡോമിനന്റ് ആയിരിക്കും, ലാസ്റ്റ് ഓർഡർ എപ്പോഴും എന്തായിരിക്കും, പാമ്പേർഡ് ആയിരിക്കും, മിഡിൽ വൺ അവോയ്ഡന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം അഡ്ലറിന്റെ തിയറി എഴുതുന്ന സമയത്ത് അഡ്ലർ ആരാണെന്ന് എഴുതാം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, ബർത്ത് ഓർഡർ, ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. അഡ്ലർ ഒന്ന് വായിച്ചു നോക്കുക. അഡ്ലർ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? Coming to 8th chapter, ബിഹേവിയറിസം, ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞതാണ്. ഡിസ്ക്രൈബ് ദ ഇവല്യൂഷൻ ഓഫ് ബിഹേവിയറിസം, ന്യൂയോ ബിഹേവിയറിസ്റ്റുകളെ പറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. Trace the historical trends that lead the development of Watson land behaviorism. വാട്സന്റെ ബിഹേവിയറിസം, വാട്സന്റെ പറ്റി എഴുതുമ്പോൾ ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് എന്തായാലും എഴുതാൻ ശ്രമിക്കുക, വീഡിയോയിലുണ്ട് കേട്ടോ. എഡ്വേർഡ് ലീസ് തോണ്ടൈക്ക് അപ്രോച്ച് ടു ലേണിംഗ് ചോദിച്ചിട്ടുണ്ട്. വാട്സന്റെ വ്യൂ ഓൺ ഇൻസ്റ്റിങ്ക്റ്റ് ആൻഡ് ഇമോഷൻ ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ദ മേജർ ക്രിറ്റിസിസം അഗെയിൻസ്റ്റ് വാട്സൺ ലാൻഡ് ബിഹേവിയറിസം, വാട്സനെ പറ്റിയിട്ടാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. പിന്നെ നിയോ ബിഹേവിയറിസത്തിനാണെങ്കിൽ ക്ലാർക്ക് ഹള്ളിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എഡ്വേർഡ് ടോൾമാനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഗെസ്റ്റാൾട്ട് സൈക്കോളജിയുടെ പ്രിൻസിപ്പിൾസ് ചോദിച്ചിട്ടുണ്ട്. എഗെയിൻ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, പ്രിൻസിപ്പിൾസ് വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. പിന്നെ ലോജിക്കൽ പോസിറ്റിവിസവും ഓപ്പറേഷൻസും ആണ് അടുത്ത ചോദിച്ചിട്ടുള്ളത് നിയോ ബിഹേവിയറിസത്തിൽ. ഇനി ഗെസ്റ്റാൾട്ട് ആണ്. ഗ്രൂപ്പ് ഡയനാമിക്സ് ചോദിച്ചിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ ഓഫ് ഗെസ്റ്റാൾട്ട് ഇൻ ലേണിംഗ്, മെമ്മറി ആൻഡ് തിങ്കിങ് ചോദിച്ചിട്ടുണ്ട്. വെക്ടർ സൈക്കോളജി ചോദിച്ചിട്ടുണ്ട്. 11ാമത്തെ ചാപ്റ്റർ ഇത് നോക്കാം, നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ള സമയം വേണമല്ലോ. ഹ്യൂമനിസം. അഗെയിൻ ഹ്യൂമനിസത്തില് റോളോമേ എക്സിസ്റ്റൻഷ്യൽസ് ആട്ടോ. റോളോമേനെ പറ്റി ചോദിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, വിശദമായിട്ടാണ് ഇട്ടിട്ടുള്ളത്. സിമിലാരിറ്റീസ് ബിറ്റ്വീൻ എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജി ആൻഡ് സൈക്കോ അനാലിസിസ് ചോദിച്ചിട്ടുണ്ട്. വിൽ ടു മീനിങ് ചോദിച്ചിട്ടുണ്ട്. മാസ്ലോയുടെ നീഡ്, 5 നീഡ്സ് ഉണ്ടല്ലോ അല്ലെ? ഫിസിയോളജിക്കൽ നീഡ്, നീഡ് ഫോർ സെക്യൂരിറ്റി, ബിലോങ്ങിങ്സ്, എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്, നോക്കാം. പിന്നെ ഡിസ്കസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് വിക്ടർ ഫ്രാങ്ക്ലിൻ, മാൻ സെർച്ച് ഫോർ മീനിങ്.
പിന്നെ റോളോമയുടെയും രണ്ടുപേരുടെയും എക്സിസ്റ്റൻഷ്യൽസും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. കമ്മിങ് ടു 12th ചാപ്റ്റർ, ഡിസ്ക്രൈബ് ദ വർക്ക്സ് ഓഫ് ജോർജ് മില്ലറും അൾറിക് നേഴ്സറും. കോഗ്നിറ്റീവ് സൈക്കോളജി ആണ് കറന്റ് ട്രെൻഡ് ആയിട്ട് വരുന്നത്. കോഗ്നിറ്റീവ് സൈക്കോളജി കറന്റ് ട്രെൻഡ് ആണ്. യൂണിറ്റ് 9 കാണിച്ചു തരാം. അതുപോലെ തന്നെ concept of social constructionism, contributions of Ken Gergen in social contributions ചോദിച്ചിട്ടുണ്ട്. ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ഇൻ സൈക്കോളജി. ഇത്രയുമാണ് 12th ചാപ്റ്റർ ഉള്ളത്. 13 ഫ്രീ വിൽ എന്താണ്, മൈൻഡ് ബോഡി പ്രോബ്ലം എന്താണ്, ഇത്രയുമാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ലാസ്റ്റ് ചാപ്റ്റർ ഒക്കെ ലീസ്റ്റ് എക്സ്പെക്റ്റഡ് ആണ് കേട്ടോ. ഞാൻ ആദ്യത്തെ ചാപ്റ്റേഴ്സിലാണ് കുറെ കൂടെ എക്സിസ്റ്റൻഷ്യൽസ് നല്ല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. 8 9 8 ഓടിച്ചിട്ട് പറഞ്ഞാണ്. കാരണം ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഫസ്റ്റ് ചാപ്റ്റർ ഫ്രീ ക്ലാസ് ഉണ്ട്. ഇന്നാണ് പഠിക്കാതിരിക്കുന്നവർ രാത്രി മെനക്കെടാൻ റെഡി ആണെങ്കിൽ പിന്നെ എന്റെ 5-6 ക്ലാസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പാസ് ആവാനുള്ള മാർക്ക് കിട്ടും. പിന്നെ ഇതിലോട്ടൊന്നും കടക്കാത്തതാണ്. അതൊക്കെ ഒത്തിരി പറയാനുണ്ട്. അതായത് പെട്ടെന്ന് ഓടിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കും കയറൂല, എനിക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. കാരണം അങ്ങനെ പറഞ്ഞു പോകാനുള്ള ഒരു സബ്ജക്റ്റ് അല്ല ശരിക്കും. ഓക്കെ ആണോ? കുറച്ച് കാര്യങ്ങളൊക്കെ കത്തിയോ? റോളോമേ ചോദിച്ചിട്ടുണ്ട്. റോളോമേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. റോളോമേ ചോദിച്ചിട്ടുണ്ട്. റോളോമേ മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു. എല്ലാവർക്കും കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലായോ? ഒന്ന് ജസ്റ്റ് പറഞ്ഞേ. റോളോമേ ഒരു എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജിസ്റ്റ് ആയിരുന്നു കേട്ടോ. വിക്ടർ ഫ്രാങ്ക്ലിൻ കഴിഞ്ഞിട്ടാണ് റോളോമേ. The approach of Rollo-May is based on his clinical experience ആണ്. അദ്ദേഹം എക്സ്പെരിമെന്റൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടൊന്നല്ല സൈക്കോളജി പഠിച്ചത്, ക്ലിനിക്കൽ എക്സ്പീരിയൻസിലൂടെയാണ്. He saw people living in the world of current experience and finally being accountable for who they become. കേട്ടോ, അവരുടെ എക്സ്പീരിയൻസും അവർ ആരായിത്തീരുന്നു ഇതിലൂടെയൊക്കെയാണ് എന്താ പറയുന്നത് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞത്. May believe that many people do not have the bravery to confront their faith and escape from it and neglect their freedom. ചില ആളുകൾക്ക് അവരുടെ ഫെയ്റ്റിനെ കൺഫ്രണ്ട് ചെയ്യാൻ, ഇതെന്റെ വിദ്യയാണെന്ന് കൺഫ്രണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവർ അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കും. അവരുടെ ഫ്രീഡത്തെ അവർ നെഗ്ലക്ട് ചെയ്യും. അതായത് ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഭർത്താവിനെ കല്യാണം കഴിച്ചു, അത് അവരുടെ ഫെയ്റ്റ് ആണ്, വിദ്യയാണ്. ആ വിദ്യ ആണെന്ന് വെച്ചിട്ട് അതയാളെ ഉപേക്ഷിച്ച് പോയിട്ട് സ്വന്തമായിട്ട് ജോലി എടുത്ത് ജീവിക്കാം എന്നുള്ളത് ഒളിച്ചോടാൻ ശ്രമിക്കും എന്നാണ് മെയ് പറഞ്ഞത്. അതായത് അവരുടെ വിദ്യ അവർ നേരിടില്ല, അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കും, അവർക്കുള്ള സ്വാതന്ത്ര്യത്തെ അവർ നെഗ്ലക്ട് ചെയ്യും. By doing so, they escape from their responsibilities. അവരവരുടെ ഉത്തരവാദിത്തം ഒളിച്ചോടുകയാണ്. When they are unwilling to make choice, അവർക്ക് ചോയ്സ് എടുക്കാൻ പറ്റാതാകുമ്പോൾ they lose sight of themselves and develop a sense of meaninglessness and isolation. അവരെ ചോയ്സ് ഇയാൾ ഒഴിവാക്കിയ ഒറ്റക്ക് പോകാനുള്ള ചോയ്സ് അയാൾ എടുക്കാതിരിക്കുമ്പോൾ അവർക്ക് അവരുടെ ജീവിതം മീനിങ്ലെസ് ആയിട്ട് തോന്നും, അവർ ഐസൊലേറ്റ് ആവും. In contrast to that, healthy people confront their fate. ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ളവർ അല്ലെങ്കിൽ പീപ്പിൾ അവരവരുടെ വിദ്യയെ നേരിടും. ട്രഷർ ദർ ഓട്ടോണമി, അന്നേരം അവരവരുടെ ഓട്ടോണമിയെ, അതായത് ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഇൻഡിപെൻഡൻസിനെ അവര് ട്രഷർ ചെയ്യും. ആൻഡ് ആർ ട്രസ്റ്റ്വർത്തി ടു അതർ പീപ്പിൾ, അവര് മറ്റുള്ളവർക്ക് വിശ്വാസ്യരായിരിക്കും എന്നാണ് റോളോമേ പറഞ്ഞത്. ഓക്കെ ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു? മനസ്സിലായ എല്ലാവർക്കും? ഞാൻ ലാസ്റ്റ് ബൈ വരുന്ന വരെ എല്ലാവരും ഉണ്ടായിരുന്നു. 90 സംതിങ് പേര് 1.5 മണിക്കൂറിലധികമായി നമ്മൾ ഇരിക്കുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാരും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇനി സൈക്കോളജിസ്റ്റ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഈ സമയത്തുള്ള എനിക്ക് ഇത്രയും പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരിക്കലും കുറച്ച് ഡിഫിക്കൽട്ട് കോൺസെപ്റ്റ്സ് ആണ്, അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തന്നെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്റർ 106ന്റെ കേസിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. എല്ലാം ഒരു ഈക്വൽ ആണ്. ഈ വീഡിയോ ഞാനിപ്പോ വീട്ടിൽ പോണം, ഇത് വരാൻ 2 മണിക്കൂർ എടുക്കും. പറ്റുകയാണെങ്കിൽ ഞാൻ തരാം. ഞാനിപ്പം രാവിലെ ഐ തിങ്ക് ഒരു 10:30 ഇവിടെ കയറിയതാണ്. 8:30 ഞാൻ വീട്ടിലിതുവരെ പോയിട്ടില്ല. ഇനി പോയിട്ട് സമയമുണ്ട്, മക്കളൊക്കെ സമ്മതിക്കുകയാണ് ഐ നെറ്റിലൂടെ റിവ്യൂ. ഞാൻ ഉറപ്പ് പറയുന്നില്ല, പക്ഷെ പറ്റുകയാണെങ്കിൽ. അപ്പൊ ഞാൻ മോസ്റ്റ് എക്സ്പെക്ടഡ് ചാപ്റ്റർ ഇർഫാന 106ന്റെ കേസിൽ പറയാൻ പറ്റൂല. എനിക്കിപ്പോ തേർഡ് ഇയേഴ്സിനോട് അതാ പറയാം. തേർഡ് ഇയറിലൊക്കെ നിങ്ങൾ ഇങ്ങനെ മോസ്റ്റ് എക്സ്പെക്ടഡ് ചാപ്റ്റർ ഇല്ലട്ടോ. എല്ലാത്തിലും 16 ചാപ്റ്ററിന്റെ എല്ലാത്തിനും ക്വസ്റ്റ്യൻസ് ഉണ്ട്.
അപ്പൊ തേർഡ് ഇയർ ഒന്നും ഇങ്ങനെ ലാസ്റ്റ് നിമിഷം അതിന് തേർഡ് ഇയർ ഞാൻ റിവിഷൻ വെക്കുന്നില്ല, കാരണം പറ്റൂല. റിവിഷൻ വെച്ചിട്ട് കാര്യമില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം തേർഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേനും 16 ചാപ്റ്ററിന്റെ 16 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സോ തേർഡ് ഇയർ ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടി, അതല്ല തേർഡ് ഇയർ നിങ്ങൾ സൈക്കോളജി ബേസിൽ പഠിച്ചിട്ടില്ലെങ്കിൽ, അപ്പൊ എല്ലാ പ്രാവശ്യത്തെ പോലെ ഞാൻ പറയുകയാണെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നോട്ട്സ് നമ്മൾ കൊടുക്കാറില്ല. അത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നോട്ട്സ് ആണ്, അത് അവർക്ക് ആപ്പിലാണ് കിട്ടാറുള്ളത്. നമ്മള് പെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ നോട്ട്സ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇതുപോലെ തേർഡ് ഇയറിനൊക്കെ നോട്ട് ഉണ്ട്. നിങ്ങൾ സൈക്കോസ്റ്റയിലേക്ക് വന്നോളൂ, നോട്ടും ക്ലാസ്സും എല്ലാം നിങ്ങൾക്ക് ഞാൻ അവൈലബിൾ ആക്കി. അപ്പം എല്ലാ പ്രാവശ്യത്തെ പോലെ പറയാണ്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഗ്രൂപ്പിൽ പറയാം. എന്താ പറയാ, മനസ്സിൽ തോന്നുന്ന എന്താണോ അത് പറയാം. അപ്പൊ ഹോപ്പ് ദ ക്ലാസ്സസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു സെഷനുമായി ഞാൻ ഒട്ടനെ തന്നെ വരും. എല്ലാ റിവിഷൻ ക്ലാസ്സസും വരുന്നുണ്ട്. അപ്പോ എന്ത് ചെയ്യാ, സ്റ്റേ ട്യൂൺ. ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നാളെ എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് ആൻഡ് ടേക്ക് കെയർ. ബൈ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.